ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത് ബയോമോളിക്യൂൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കില അതിൽ 15 മുതൽ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ 15 മുതൽ 10 to 25 വരെ 15 ക്വസ്റ്റ്യൻസ് ചെയ്തു നമ്മൾ ലാസ്റ്റ്. ഇതാണ് ചെയ്തത് കേട്ടോ, ഓർത്ത് നോക്കുക. ഇനി ആ ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസും കൂടി ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. അത് ഞാൻ ചോദിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പുതിയ ചാപ്റ്റർ തുടങ്ങി വെക്കാം കേട്ടോ, ഓർത്ത് നോക്കാം. ബയോമോളിക്യൂൾ ഏതൊക്കെ കണ്ടന്റ് ഉണ്ട് ഒന്ന് പറഞ്ഞേ. 5 ബയോമോളിക്യൂൾസ് പറഞ്ഞേ. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, എൻസൈം, DNA, ന്യൂക്ലിക് ആസിഡ്സ് അല്ലേ, ഓർത്ത് നോക്കാം. കിട്ടണോ കേട്ടോ, ഞാൻ ചോദിക്കും. ഇന്ന് നമ്മൾ അത് റിവിഷൻ എന്നുള്ള സെക്ഷൻ തന്നെയാണല്ലോ. അപ്പൊ ഫസ്റ്റ് കാർബോഹൈഡ്രേറ്റില് നമ്മൾ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. എന്തൊക്കെയായിരുന്നു? മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ്, പോളിസാക്രൈഡ്, ഒലിഗോസാക്രൈഡ് കഴിഞ്ഞിട്ട് പോളിസാക്രൈഡ്. അപ്പൊ ഓർത്ത് നോക്കുക, ഇങ്ങനെ 3 കാറ്റഗറി. അതിൽ ഓരോന്നിന്റെ എക്സാമ്പിൾസ് എഴുതി അതാണ് ഹെഡിങ്സുകളൊക്കെ വരുന്നു എന്ന് പറഞ്ഞു. അതില് മോണോസാക്രൈഡ് 2 ഹെഡിങ്സ് ഉണ്ടായിരുന്നു. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, റൈബോസ് ഉണ്ട്, അത് പറയണ്ട കേട്ടോ, 2 അത് കഴിഞ്ഞിട്ട് ഡൈസാക്രൈഡ്സ് 3 ഹെഡിങ്സ് ഏതൊക്കെയായിരുന്നു? സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്, ഓർത്ത് നോക്കാം. ഇനി പോളിസാക്രൈഡ് 3 ഹെഡിങ്സ്: സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. ഇത് ഇപ്പൊ പറയിപ്പിക്കും കേട്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ പറയേണ്ടി വരും കേട്ടോ, ഓർത്ത് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ വെറുതെ പോകും കേട്ടോ. ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അക്വിൻ കേട്ടോ, ഓർത്ത് നോക്കുക. ഓൺലൈനിൽ അക്വിൻ ഉണ്ടാവും. വീഡിയോ ഓണാക്കാൻ വേഗം പറഞ്ഞു കേട്ടോ. ഓക്കെ, എക്സാമ്പിൾസുകളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ ആ ചാപ്റ്റർ വെറുതെ ഇങ്ങനെ ആയിട്ടല്ല, നിങ്ങൾക്ക് ആ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ കേട്ടോ, ഓർത്ത് നോക്കാം. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ വീഡിയോ ഓണാക്കണം, റെസ്പോണ്ട് ചെയ്യും കേട്ടോ. അക്വിൻ, ക്രിസ്, നോട്ട് വെൽ എന്ന് പറഞ്ഞു അല്ലെ. ക്രിസ് പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ. പറഞ്ഞോ. മോണോസാക്രൈഡിൽ 2 എക്സാമ്പിള്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്. ഇനി ഡൈസാക്രൈഡ് 3 എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? പിന്നെ ഏതായിരുന്നു? പോളിസാക്രൈഡ് എക്സാമ്പിൾ. സ്റ്റാർച്ച്, സെല്ലുലോസ്, ഒരെണ്ണം കൂടിയുണ്ട്, ഗ്ലൈക്കോജൻ. ഓർത്ത് നോക്കാം. എഗ്നാഷ് വേഗം പറഞ്ഞു മോനെ. എഗ്നാഷ് പിന്നെ ഇനി ഇതില് പോളിസാക്രൈഡ് പറഞ്ഞു. സ്റ്റാർച്ച് പറഞ്ഞോടിയുണ്ട്, ഗ്ലൈക്കോജൻ കേട്ടോ. ഓക്കെ, ഓർത്ത് നോക്കാം. തന്നെ ഇവിടെ പറഞ്ഞു. ഗ്ലൈക്കോജൻ കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരുന്നു അല്ലെ, അത് ഓർമ്മയുണ്ട്, എന്നാലും പറഞ്ഞു. ഉണ്ടായില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഇപ്പൊ ചോദിച്ചത്. മാൾട്ടോസ് ഞാൻ പറഞ്ഞുതരാം. മാൾട്ടോസ്, സൂക്രോസ് പറഞ്ഞുകൂടിയുണ്ട്, ലാക്ടോസ്. ഗ്ലൈക്കോജൻ, സെല്ലുലോസ്, സ്റ്റാർച്ച് ഉണ്ടോ? അതൊക്കെ പനിയായിട്ടും അല്ലെ, അയാൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ബാക്കി എല്ലാവർക്കും പറയാൻ പറ്റും അല്ലെ. അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ചോദിച്ചത്. ഓർത്ത് നോക്കാം. അപ്പോ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഹെഡിങ്സ് മെയിൻ ആയിട്ട് വന്ന എന്തായിരുന്നു? പ്രോട്ടീൻ കേട്ടോ, ഓർത്ത് നോക്കാം. കാർബോഹൈഡ്രേറ്റ് ഇതിന്റെ മെയിൻ ഹെഡിങ്സ് മാത്രമേ പറഞ്ഞപ്പോ കണ്ടോ, ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞാൽ പ്രോട്ടീൻ. പ്രോട്ടീനില് ഫസ്റ്റ് ഹെഡിങ് വരുന്നത് എന്തായിരുന്നു? ആക്ച്വലി അമിനോ ആസിഡ്സ്. അമിനോ ആസിഡിൽ 2 ടൈപ്പ്: എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ. പിന്നെ എന്തുണ്ട്? ന്യൂട്രൽ, ആസിഡിക്, ബേസിക്. അത് കഴിഞ്ഞാൽ സ്വീറ്റർ അയോൺ. അത് കഴിഞ്ഞാൽ പ്രോട്ടീൻ. പ്രോട്ടീന്റെ എന്തായിരുന്നു ഡെഫിനിഷൻ അല്ലെ, ഓർത്ത് നോക്കാം. എന്തായിരുന്നു പ്രോട്ടീന്റെ ഡെഫിനിഷൻ? എങ്ങനെയൊക്കെ ആയിരുന്നു? എത്ര അമിനോ ആസിഡ് വേണം മിനിമം? മോർ ദാൻ 100 അമിനോ ആസിഡ്. അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെ എന്തായിരുന്നു? 10,000 U അല്ലെ, ഓർത്ത് നോക്കാം. അതൊക്കെ ഏകദേശമാണ് പറയുന്നത് കേട്ടോ. അത് ഇത്ര വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അത് ഏകദേശം ഒരു റേഞ്ച് ഓഫ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്.
അതിനെയാണ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് അതിൽ തന്നെ 2 ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്. എന്തൊക്കെയായിരുന്നു? ഫൈബ്രസ് പ്രോട്ടീൻ ആൻഡ് ഗ്ലോബുലർ പ്രോട്ടീൻ. അത് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് എന്ത് വന്നത്? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി സ്ട്രക്ചർ ആൻഡ് കോട്ടണറി. അത് കഴിഞ്ഞിട്ട് ഡീനേച്ചറേഷൻ ഉണ്ടോ, അതോടുകൂടി പ്രോട്ടീൻ കഴിഞ്ഞു. നമുക്ക് ഈ ചാപ്റ്റർ ടോട്ടൽ കേട്ടോ. അപ്പൊ എനിക്ക് 10 ക്വസ്റ്റ്യൻ നേരെ കൊണ്ടുപോയാൽ മതി. അതിനുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് ഒന്ന് അല്ലെ കറക്റ്റ് ഓർഡർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് റിപ്പീറ്റേഷൻ. ഇത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരുന്നു നെക്സ്റ്റ്? എൻസൈം അല്ലെ, ഓർത്ത് നോക്കുക. എൻസൈം ആകെ 2-3 പോയിന്റേ ഉള്ളൂ അല്ലെ, വേഗം എളുപ്പമാണ് ആക്ച്വലി. ബയോകെമിക്കൽ കാറ്റലിസ്റ്റ് ആണ്. പിന്നെ എന്തായിരുന്നു? റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഞാൻ പറഞ്ഞൊരു വേർഡ് ഉണ്ട് അല്ലെ, നൈട്രോജനസ് ഓർഗാനിക് കോമ്പൗണ്ട് ഒറിജിനേറ്റിംഗ് ഫ്രം പ്ലാന്റ്സ് ഓർ ആനിമൽ. കേട്ടോ ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് ആ വേർഡ് തന്നേക്കുന്നത് സർഫസ് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഒരു ചാപ്റ്ററിൽ എൻസൈമിന്റെ ഡെഫിനിഷൻ ആണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള വേർഡ് അല്ല. കേട്ടോ ഓർത്ത് നോക്കാം. എന്ന് പറഞ്ഞാൽ ഈ ആ ചാപ്റ്ററിലുള്ളതല്ല എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ലാക്ടേസ്, മാൾട്ടേസ് എക്സാമ്പിള്. അത് കഴിഞ്ഞ് വൈറ്റമിൻസ്. വൈറ്റമിൻസിൽ 2 ടൈപ്പ് വൈറ്റമിൻസ് ഉണ്ട്, ഫാറ്റ് സോലുബിൾ ആൻഡ് വാട്ടർ സോലുബിൾ. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ഏതൊക്കെയായിരുന്നു? ADEK. വാട്ടർ സോലുബിൾ വൈറ്റമിൻ മെയിൻ വൈറ്റമിൻ ബിയും സിയും അല്ലെ, ഓർത്ത് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മളെടുത്താണ് ന്യൂക്ലിക് ആസിഡ്സ് അല്ലെ. ലാസ്റ്റ് ക്ലാസ്സുകളിൽ അതാണ് ഹെഡിങ്സ് വന്നത്. ന്യൂക്ലിക് ആസിഡ്സിൽ എന്തായിരുന്നു ആക്ച്വലി വന്നത്? DNA ആൻഡ് RNA മെയിൻ അല്ലെ. ആദ്യം 3 പോയിന്റുകളൊക്കെ നമ്മൾ എഴുതി. അത് കഴിഞ്ഞ DNA ആൻഡ് RNA ഒരു ടേബിൾ എഴുതി, ഡിഫറൻസ് ഒക്കെ ഉണ്ട് അല്ലെ. ഡബിൾ സ്റ്റാൻഡേർഡ്, സിംഗിൾ സ്റ്റാൻഡേർഡ്, പിന്നെ എന്തൊക്കെയായിരുന്നു അല്ലെ, ഓർത്ത് നോക്കുക. അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ. മറ്റേതിനാണെങ്കിൽ തൈമിന് പകരം യുറാസിൽ അല്ലെ. അങ്ങനെയൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ 3 ടേം സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് DNA ഇതിൽ 3 ടേം എഴുതി. ന്യൂക്ലിയോസൈഡ്. ന്യൂക്ലിയോസൈഡ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഓർക്കണം? ബേസ് പ്ലസ് ഷുഗർ അല്ലെ, ഓർത്ത് നോക്കുക. അല്ലെങ്കിൽ ഷുഗർ പ്ലസ് ബേസ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ന്യൂക്ലിയോടൈഡ്. അതെന്തായിരുന്നു? ബേസ് പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫോറിക് ആസിഡ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡൈന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് വന്നു അല്ലെ. അവർ തമ്മിൽ ഒരു ലിങ്കേജ് ഉണ്ട്. ആ ലിങ്കേജിന്റെ പേരെന്തായിരുന്നു? ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ് കേട്ടോ. അപ്പോൾ ന്യൂക്ലിയോടൈഡുകൾ തമ്മിലുള്ള ലിങ്കേജ് എന്തായിരുന്നു? ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ്. അത് കഴിഞ്ഞ് ന്യൂക്ലിക് ആസിഡ്സ്. ദെൻ ഒരു വേർഡ് എഴുതി അല്ലെ, കോംപ്ലിമെന്ററി ആണ് ഡിഎൻഎയുടെ സ്ട്രക്ചർ. എന്തായിരുന്നു? സ്പെസിഫിക് പേയേഴ്സ് ആണ് വരേണ്ടത്. ബേസസ് ഏതൊക്കെയായിരുന്നു? അഡിനിൻ അല്ലെ, AT. എങ്ങനെയാ? ഡബിൾ ബോണ്ട് ആണോ ട്രിപ്പിൾ ബോണ്ട് ആണോ? ATയില് ഡബിൾ ബോണ്ട്. ദെൻ അടുത്ത എന്തായിരുന്നു? GC ഗ്വാനിൻ അല്ലെ, സൈറ്റോസിൻ ട്രിപ്പിൾ ബോണ്ട് ആണ്. ഇനി നെക്സ്റ്റ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് RNA എഴുതി. എന്തായിരുന്നു? mRNA, tRNA, rRNA. rRNA എന്ന് പറഞ്ഞാൽ എന്താ? റൈബോസോമൽ RNA. ഇതാണ് ചാപ്റ്ററിന്റെ പാക്ക്. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കാനിരിക്കുമ്പോൾ ഏത് ചാപ്റ്റർ ആയാലും ആദ്യം ഇതിന്റെ കണ്ടന്റ് ഇങ്ങനെ എനിക്ക് കിട്ടുന്നുണ്ടോ കേട്ടോ, ഓർത്ത് നോക്കാം. നിങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അവിടെ നോക്കാം, എന്നിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പറയാൻ പറ്റണം കേട്ടോ. ഓർത്ത് ചെയിൻ പോലെ കിട്ടണം. അത് കഴിഞ്ഞ ക്വസ്റ്റ്യൻസ്, പിന്നെ ക്വസ്റ്റ്യൻസും കിടന്നിട്ട് എതിയാവും കേട്ടോ. ഓർത്ത് നോക്കാം. ഒരു ബേസിക് ഐഡിയ കിട്ടിയ കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻസ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ളത് വേഗം ആദ്യം ഡിസ്കസ് ചെയ്ത് കഴിയാം കേട്ടോ, ഓർത്ത് നോക്കാം. അറ്റൻറ്റീവ് ആയിട്ടിരിക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി വരുന്ന ചാപ്റ്റേഴ്സുകൾ റിവിഷൻ പോലെ അങ്ങ് പഠിച്ചു തീർക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കി അറിയാം, ഇതിനു മുമ്പ് നമ്മൾ എല്ലാത്തിന്റെയും ബാക്കിലെ ക്വസ്റ്റ്യൻസ് ഫുള്ളൊന്നും ചെയ്യാറില്ല അല്ലെ, കുറച്ചൊന്നും ചെയ്യും. അത് കഴിഞ്ഞാൽ അടുത്ത, കാരണം ചാപ്റ്റർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഇനി നമുക്ക് അങ്ങനെയല്ല അല്ലെ, അത്യാവശ്യം റിവിഷനും കൂടി ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു പോകണം. അപ്പൊ അതിന്റെ പാട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോ നമ്മൾ 10 മുതൽ 25 വരെ 15 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇനി കേട്ടോ, ഓർത്ത് നോക്കാം. വാട്ട് ആർ എ മോണോസാക്രൈഡ്? അല്ലെ, കാർബോഹൈഡ്രേറ്റ് എന്താണ്? വിച്ച് കനോട്ട് ബി ഫർദർ അല്ലെ, ഹൈഡ്രോളിസിസ് ടു സിംപ്ലർ യൂണിറ്റ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഹൈഡ്രോളിസിസ് ചെയ്താൽ സിമ്പിൾ യൂണിറ്റ് ആക്കാൻ പറ്റില്ല. എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, റൈബോസ് കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ എ റെഡ്യൂസിങ് ഷുഗർ? ഏതൊക്കെയായിരുന്നു? A carbohydrate which reduces tolerance reagent or Fehling's reagent is known as reducing sugar. ഇത് ചോദിക്കൂട്ടോ, ആൻസേഴ്സ് പറയണം. ഇന്ന് ഇപ്പൊ ഈ 10 ക്വസ്റ്റ്യൻസിന്റെ ഞാൻ റാൻഡായിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടണം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലുള്ള വേർഡ് നമ്മൾ എഴുതിയുണ്ട്. കാർബോഹൈഡ്രേറ്റ് വിച്ച് റെഡ്യൂസസ് ഫെയിലിംഗ് സൊല്യൂഷൻ ആൻഡ് ടോളറൻസ് റിയേജന്റ് ആർ റെഫർഡ് ടു ആസ് റെഡ്യൂസിങ് ഷുഗർ. ഒരു വേർഡും കൂടി എഴുതിയിട്ടുണ്ട്, എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഓൾ മോണോസാക്രൈഡ്സ് അല്ലെ, whether aldose or ketose are reducing sugar. അപ്പൊ ഓർത്ത് നോക്കുക, എല്ലാ മോണോസാക്രൈഡും എന്താണ്? റെഡ്യൂസിങ് ഷുഗർ ആണ്. ഇനി ഡൈസാക്രൈഡിൽ ഏതാണ് റെഡ്യൂസിങ് ഷുഗർ? സൂക്രോസ്. ബാക്കിയൊക്കെ എന്തായിരിക്കുന്നു അല്ലെ? ഓർത്ത് നോക്കുക, നോൺ റെഡ്യൂസിങ് ആണ് അല്ലെ, ഓർത്ത് നോക്കുക. അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക. Then third question, write 2 main function of carbohydrate in plant.
ഫസ്റ്റ് എന്തായിരുന്നു അല്ലെ, എനർജി സോഴ്സ് ആണ് ആക്ച്വലി വരുന്നത്, സോഴ്സ് ഓഫ് എനർജി. സെക്കൻഡ് പോയിന്റ് 2 എഴുതാനാ പറഞ്ഞേക്കുന്നത്. സെൽ വാൾ മേഡപ്പ് ഓഫ് സെല്ലുലോസ്. സെല്ലുലോസ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം? ഫർണിച്ചർ. ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. ക്ലോത്ത്, കോട്ടൺ, പറഞ്ഞു ശരിയാ, പേപ്പർ ഉണ്ടോ, അപ്പൊ അതൊക്കെ എഴുതാം. ഓക്കെ, അപ്പൊ 2 ഫംഗ്ഷൻ ആണ് മെയിൻ ആയിട്ട് വന്നത്. ഒന്ന് സോഴ്സ് ഓഫ് എനർജി എഴുതാം, പിന്നെ സെല്ലുലോസ് എന്ന് പറയുന്നതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ഓക്കെ, ഓൺലൈനിൽ ഇപ്പോൾ റയൻ വന്നിട്ടുണ്ട്. റയൻ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിന്റെ ബയോമോളിക്യൂൾ അതാ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിലെ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി 10 ക്വസ്റ്റ്യൻ കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതിൽ 4th എത്തി, അവിടെ വരെ എത്തിയൊക്കെയാണ് കേട്ടോ, ഓർത്ത് നോക്കുക. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻടു മോണോസാക്കറൈഡ് ആൻഡ് ഡൈസാക്കറൈഡ്. റൈബോസ് മോണോസാക്കറൈഡ് ആണോ ഡൈസാക്കറൈഡ് ആണോ? അല്ലെ, ഓർത്ത് നോക്കുക. നെക്സ്റ്റ് 2-deoxy റൈബോസ് കേട്ടോ, ഓർത്ത് നോക്കുക. റൈബോസ് 2-deoxy, അതെന്ത് തന്നെയാ? മോണോസാക്കറൈഡ്. ഇനി മാൾട്ടോസ് എന്തായിരിക്കും? ഡൈസാക്കറൈഡ്. ഗാലക്ടോസ് മോണോസാക്കറൈഡ് കേട്ടോ, ഓർത്ത് നോക്കുക. നമ്മള് പഠിച്ചില്ലേ ലാക്ടോസ്? എന്താ പഠിപ്പിച്ചേ? ലാക്ടോസ് എന്തായിരുന്നു? ബീറ്റാ ഡി. ഗാലക്ടോസ് ഉണ്ടാവും, ഗ്ലൂക്കോസ് കണ്ടോ, അത് മോണോസാക്കറൈഡാ. അപ്പൊ ഗാലക്ടോസ് എന്താണ്? മോണോസാക്കറൈഡ്. ഫ്രക്ടോസ് മോണോസാക്കറൈഡ്. ലാക്ടോസ് ഡൈസാക്കറൈഡ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ മറക്കരുത്. ഓക്കെ, then what do you understand by the term glycosidic linkage? അല്ലെ, ഓർത്ത് നോക്കുക. 2 എന്താണ്? മോണോസാക്കറൈഡ് join together to form എന്താണ്? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ദീസ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ബിറ്റ്വീൻ എന്തായിരിക്കും? ഓക്സിജൻ ആണ് അല്ലെ, ഓർത്ത്. വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് റിലീസ് ചെയ്യും അല്ലെ, ഓർത്ത് നോക്കുക. റിലീസ് ചെയ്യും. പിക്ചർ പറ്റുമെങ്കിൽ ഒരെണ്ണം വരച്ചു വെക്കുക കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പോ ഓർത്ത് നോക്കുക, 2 മോണോസാക്കറൈഡ് join together to form a എന്താണ്? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് കേട്ടോ. അപ്പൊ 2 മോണോസാക്കറൈഡ് ജോയിൻ ചെയ്യുന്നത് എന്തായിരിക്കും? ടു എ glycosidic linkage. Then the formation of glycosidic linkage between എന്തായിരിക്കും? എന്തോ ആറ്റം വരുന്ന? ഓക്സിജൻ ആറ്റം. ചോദിച്ചു, മോണോസാക്കറൈഡ് ആണ്. ബീറ്റാ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റാ ഡി ഗാലക്ടോസ്. മാൾട്ടോസില് 2-alpha D ഗ്ലൂക്കോസ് കേട്ടോ, ഓർത്ത് നോക്കാം. സൂക്രോസില് alpha D ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റാ ഡി ഫ്രക്ടോസ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ 5th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 6th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഗ്ലൈക്കോജൻ? ഹൗ ഈസ് ഇറ്റ് ഡിഫറൻസ് ഫ്രം സ്റ്റാർച്ച്? വാട്ട് ഈസ് എ ഗ്ലൈക്കോജൻ? ഹൗ ഈസ് ഇറ്റ് ഡിഫറൻറ്റ് ഫ്രം സ്റ്റാർച്ച്? എന്തായിരിക്കും ഗ്ലൈക്കോജൻ? ഗ്ലൈക്കോജന്റെ ഡെഫിനിഷൻ നമ്മൾ എഴുതി വെച്ചേക്കുന്നത് എന്തായിരുന്നു ആക്ച്വലി? ആദ്യത്തെ പോയിന്റ് എന്തായിരിക്കും? ഗ്ലൈക്കോജൻ എന്തായിരുന്നു ആക്ച്വലി? പോളിസാക്കറൈഡ് അല്ലെ. അപ്പൊ ഇറ്റ് ഈസ് എ പോളിസാക്കറൈഡ്, ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു ആക്ച്വലി? കാർബോഹൈഡ്രേറ്റ്. എന്താ, എങ്ങനത്തെ ആയിരിക്കും? അല്ലെ, അനിമൽ ഫാറ്റ് അല്ലെ. അതാണ് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ വേർഡ് എഴുതിയേക്കുന്നത്, അനിമൽ ഫാറ്റ്. അല്ലെങ്കിൽ വേറൊരു വേർഡ് ഉപയോഗിച്ചു, അനിമൽ സ്റ്റാർച്ച് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അനിമൽ ഫാറ്റ് ഓർ അനിമൽ സ്റ്റാർച്ച് ആണ് ഗ്ലൈക്കോജൻ. മൂന്നാമത്തെ വേർഡ് ആണ് അതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയേക്കുന്നത്, അമൈലോപെക്റ്റിൻ ഫർദർ ബ്രാഞ്ചിങ് ലൈക്ക് സ്ട്രക്ചർ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഹൈലി ബ്രാഞ്ച്ഡ് ആണ് കേട്ടോ. അപ്പൊ ഗ്ലൈക്കോജൻ എങ്ങനെയാ? ഹൈലി ബ്രാഞ്ച്ഡ് കേട്ടോ, ഓർത്ത് നോക്കാം. അമൈലോപെക്റ്റിൻ ഫർദർ ബ്രാഞ്ചിങ് ലൈക്ക് സ്ട്രക്ചർ കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ ഹൈലി ബ്രാഞ്ച്ഡ് ആണ് കേട്ടോ, ഓർത്ത് നോക്കുക. ഇതാണ് അതിലെ 3 പോയിന്റ്സുകൾ വന്നേക്കുന്നത്. ഫസ്റ്റ്, നിങ്ങൾക്ക് ആ ഹെഡിങ് ഗ്ലൈക്കോജൻ എവിടെയാണ് വരുന്നത്? ഇറ്റ് ഈസ് എ പോളിസാക്കറൈഡ് കേട്ടോ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കറക്റ്റ് ഓർഡറിൽ പറയണം കേട്ടോ. സെക്കൻഡ് എന്താണ് ആക്ച്വലി അല്ലെ, അത് ഏത് ടൈപ്പ് ആണ്? ഇറ്റ് ഈസ് എ അനിമൽ സ്റ്റാർച്ച് ഓർ അനിമൽ ഫാറ്റ് അല്ലെ, അനിമൽ ബോഡിയിലാണ് അതുള്ളത്, അതുകൊണ്ടാണ്. തേർഡ്, അതിന്റെ ഡീറ്റെയിൽ സ്ട്രക്ചർ എങ്ങനെയാണ് പറയുന്നത്? അമൈലോപെക്റ്റിൻ ഫർദർ ബ്രാഞ്ചിങ് ലൈക്ക് സ്ട്രക്ചർ. അങ്ങനെയാണെങ്കിൽ അതിൽ ഏത് മോണോസാക്കറൈഡ് ഉള്ളത്? മോണോസാക്കറൈഡ് ഏതായിരിക്കും ഗ്ലൈക്കോജനില്? ശരിയാ, എന്ത് ഗ്ലൂക്കോസ് ആയിരിക്കും? ആൽഫ ഡി ഗ്ലൂക്കോസ് കണ്ടോ, ഓർത്ത് നോക്കാം. ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ് ഗ്ലൈക്കോജനിൽ വരുന്നത് കേട്ടോ. അമൈലോപെക്റ്റിൻ എവിടെന്നാ ഫോം ചെയ്യുന്നത്? ആൽഫ ഡി ഗ്ലൂക്കോസിൽ നിന്നാണ് അല്ലെ, ഓർത്ത് നോക്കാം. അമൈലോസും അമൈലോപെക്റ്റിനും ഡിഫറൻസ് എന്താ? അമൈലോസ് സോലുബിൾ ഇൻ വാട്ടർ അല്ലെ. അമൈലോസിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? 200 to 1000 alpha D glucose linked through a glycosidic linkage to form amylose. അത് അൺബ്രാഞ്ച്ഡ് ആണ് അല്ലെ, ഓർത്ത് നോക്കാം. മറ്റേതെന്തായിരിക്കും? ബ്രാഞ്ച്ഡ് ആണ്. അമൈലോപെക്റ്റിൻ ഹൈലി ബ്രാഞ്ച്ഡ് ആണ്. അത് തന്നെ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ അത് കഴിഞ്ഞു. ഇനി 7th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഹൈഡ്രോളിസിസ് പ്രൊഡക്റ്റ് ഓഫ് സൂക്രോസ്? സൂക്രോസിന്റെ ഹൈഡ്രോളിസിസ് പ്രൊഡക്റ്റ് എന്താണ്? സൂക്രോസിൽ എന്താണുള്ളതെന്ന്
എന്ത് ഗ്ലൂക്കോസ് ഒക്കെ ആണെന്ന് പറയണം? ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ്. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയണം കേട്ടോ. അവരുടെ ലിങ്കേജ് എന്തായിരുന്നു? സൂക്രോസിൽ ഏതൊക്കെയായിരുന്നു? ഏത് കാർബൺ ആണ് ലിങ്കേജ്? C1 ആൻഡ് C2 കേട്ടോ, ഓർത്ത് നോക്കാം. ബാക്കിയുള്ള എല്ലാം എന്തായിരിക്കും? C1 ആൻഡ് C4 കേട്ടോ, ഓർത്ത് നോക്കണം. C1 ആൻഡ് C2. ഓക്കെ, ബാക്കിയുള്ള എല്ലാം എന്തായിരിക്കും? C1 ആൻഡ് C4. അപ്പൊ പായസം കുടിച്ചോ? വന്നപ്പോ ഇല്ല, കഴിച്ചില്ല. ഇയാൾ മാത്രമല്ലോ പുതിയതൊന്ന്. താൻ പനിയായതുകൊണ്ട് കഴിക്കില്ലല്ലോ. പൈസ എടുത്തു തരാം കേട്ടോ, അവിടെ ഉണ്ട്. അപ്പോ താൻ കഴിച്ചില്ലേ? ഓക്കെ, അപ്പോ കണ്ടപ്പാനുണ്ട്. രണ്ടാമതൊക്കെ കഴിക്കാട്ടോ, ഒരു കുഴപ്പമില്ല. ഇഷ്ടമല്ലേ? കഴിക്കാമല്ലോ. തരാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ടെ കേട്ടോ, ഓർത്ത് നോക്കാം. 8th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ബേസിക് സ്ട്രക്ചറൽ? ലാക്ടോസ് ഉണ്ട്. ലാക്ടോസ് എന്തായിരുന്നു? ബീറ്റ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഗാലക്ടോസ്. രണ്ടും ബീറ്റ ഡി ആണ് കേട്ടോ, ഓർത്ത് നോക്കാം, മറക്കരുത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 8th ക്വസ്റ്റ്യൻ. 8th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ്? അപ്പൊ സ്റ്റാർച്ചും സെല്ലുലോസും ടേബിൾ ആക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. സ്റ്റാർച്ച്, സെല്ലുലോസ്. സ്റ്റാർച്ചില് ഏത് മോണോസാക്രൈഡ് ആണ് ഉണ്ടാകുന്നത്? സ്റ്റാർച്ചിൽ ഏത് മോണോസാക്രൈഡാ? ശരിയാ, പറഞ്ഞു. ആൽഫ ഡി ഗ്ലൂക്കോസ്. സെല്ലുലോസിൽ എന്താണ്? ബീറ്റ ഡി ഗ്ലൂക്കോസ്. ഇതാണ് മെയിൻ വ്യത്യാസം. സ്റ്റാർച്ചിൽ എന്തായിരുന്നു? ആൽഫ ഡി ഗ്ലൂക്കോസ്. മറ്റേലെന്തായിരുന്നു? ബീറ്റ ഡി ഗ്ലൂക്കോസ്. രണ്ടും എന്താണ്? പോളിസാക്രൈഡ് ആണ്. അപ്പോ സ്റ്റാർച്ച്, സെല്ലുലോസ്. അപ്പോ സ്റ്റാർച്ചിൽ നിങ്ങൾ ആദ്യം എഴുതണം എന്താണ്? ദേ ഫോം എന്തായിരുന്നു? ആൽഫ ഡി ഗ്ലൂക്കോസ് ലിങ്ക്ഡ് ത്രൂ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. സെല്ലുലോസിൽ എന്ത് എഴുതണം? ബീറ്റ ഡി ഗ്ലൂക്കോസ് ലിങ്ക് ത്രൂ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അതാണ് മെയിൻ ആയിട്ട് വരുന്ന എന്തായിരുന്നു അവർ ചോദിച്ചേക്കുന്നത്? സ്ട്രക്ചറൽ ഡിഫറൻസ് ബിറ്റ്വീൻ ആണ്, സ്ട്രക്ചറലാണ്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് അത് തന്നെയാണ് ആക്ച്വലി വരുന്നത്. ഇനി നിങ്ങൾക്കറിയാം സെല്ലുലോസ് വാട്ടർ എങ്ങനെയായിരിക്കും? സെല്ലുലോസ് വാട്ടറിൽ ഇൻസോലുബിൾ ആയിരിക്കും, ഇൻസോലുബിൾ ആയിരിക്കും? ജനറലി എന്തായിരിക്കും? മരമൊക്കെ വെള്ളത്തിലിട്ടോ ഡിസോൾവ് ചെയ്തു പോവോ? ഇല്ല, പിന്നെന്താ നോക്കിയിരിക്കണേ? ഇൻസോലുബിൾ. ജനറലി ഇറ്റ് ഈസ് ഇൻസോലുബിൾ ഇൻ വാട്ടർ. ഇനി ഏതായിരുന്നു? അത് സെല്ലുലോസിന്റെ കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞേ. ഇപ്പൊ പറഞ്ഞ സ്റ്റാർച്ചിന്റെ കാര്യം കേട്ടോ, ഓർത്ത് വെക്കാം. എന്നിട്ട് അടുത്ത പോയിന്റ് എന്താ എഴുതാം? സ്റ്റാർച്ചിൽ അഖിൽ പറഞ്ഞ പോയിന്റ് മെൻഷൻ ചെയ്യാം അല്ലെ? സ്റ്റാർച്ച് 2 ടൈപ്പ്, അമൈലോസ് ആൻഡ് അമൈലോപെക്റ്റിൻ. അമൈലോസ് സോലുബിൾ ഇൻ വാട്ടർ, അമൈലോപെക്റ്റിൻ ഇൻസോലുബിൾ ഇൻ വാട്ടർ. രണ്ടിന്റെ ഡെഫിനിഷൻ അങ്ങ് എഴുതി വെക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ മെയിൻ ഡിഫറൻസ് എന്താണ്? സ്റ്റാർച്ചില് ആൽഫ ഡി ഗ്ലൂക്കോസ്, സെല്ലുലോസില് ബീറ്റ ഡി ഗ്ലൂക്കോസ് കേട്ടോ. അപ്പൊ മെയിൻ ഡിഫറൻസ് ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് കഴിഞ്ഞത്. ഇനി 9. വാട്ട് ഹാപ്പൻ വെൻ ഡി ഗ്ലൂക്കോസ് ഈസ് ട്രീറ്റഡ് വിത്ത് ദ ഫോളോവിങ് റിയേജന്റ്? ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HI. ഓർമ്മയുണ്ടോ? N-ഹെക്സൈൻ. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HI എന്താണ്? N-ഹെക്സൈൻ. ഇപ്പൊ തന്നെ ഞാൻ ചോദിക്കോട്ടോ, കിട്ടണം. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HI, N-ഹെക്സൈൻ കേട്ടോ, ഓർത്ത് വെക്കാം. Then ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ബ്രോമിൻ വാട്ടർ എന്ത് കിട്ടും? ഗ്ലൂക്കോണിക് ആസിഡ്. ഓർമ്മയുണ്ടോ? ആ CHO പോയിട്ട് അവിടെ എന്താവും? COOH കേട്ടോ. അപ്പൊ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരുന്നത്? CHO, അത് CHOH 4 ടൈം CH2OH. അതിൽ ആ CH2 പോയിട്ട് എന്താവും? COOH കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ബ്രോമിൻ വാട്ടർ ടു ഫോം ഗ്ലൂക്കോണിക് ആസിഡ്. ഇനി ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HNO3 എന്ത് കിട്ടും? സക്കാരിക് ആസിഡ്. സക്കാരിക് ആസിഡിന്റെ സ്ട്രക്ചർ എങ്ങനെയാ? ആ ടോപ്പിലും അല്ലെ താഴെയും, അവിടെ രണ്ട് സ്ഥലത്തും എന്താവും? COH കേട്ടോ, ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ 25 ക്വസ്റ്റ്യൻ ആയി ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തും അടക്കം. അല്ല, അവിടെ ഒരു വേർഡ് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ഫ്രീ CHO. എന്തുവരും? ഫ്രീ CHO. അപ്പോ ഈ റിയാക്ഷൻ ഒക്കെ എടുക്കുന്നതിന് മുമ്പ് ആ ഫ്രീ ആവാൻ വേണ്ടിയുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഫ്രീ ആക്കി കഴിഞ്ഞിട്ടാണ് എന്ത് പറയുന്നത് ഈ റിയാക്ഷൻ നടക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല? നടക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ സൈക്ലിക് സ്ട്രക്ചറിൽ 3 പോയിന്റ് എഴുതി അല്ലെ? ഡിസ്പൈറ്റ് ഹാവിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതി വെച്ചു അല്ലെ? ചില സമയത്ത് ഫ്രീ ആൽഡിഹൈഡ് ഇല്ല, അപ്പൊ എന്ത് ഇല്ല, ആ റിയാക്ഷൻ പോലും നടക്കില്ല. മനസ്സിലാവും. അപ്പൊ ഈ റിയാക്ഷൻ ഒക്കെ നടക്കണമെങ്കിൽ എന്ത് വേണം?
ഫ്രീ ആൽഡിഹൈഡ് വേണം. ഫ്രീ ആൽഡിഹൈഡ് വേണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. അസിഡിക് മീഡിയം അല്ലെങ്കിൽ ബേസിക് മീഡിയം, ടെമ്പറേച്ചർ കണ്ടീഷൻസ് വയ്ക്കും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോഴാണ് ആ റിയാക്ഷൻസ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ടും ഒക്കെ വരുന്നത് അല്ലേ, ഓർത്ത് നോക്കാം. അങ്ങനെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നടക്കുകയുള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. അത് ഇതെന്നല്ല എല്ലാത്തിലും അങ്ങനെ തന്നെ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ആദ്യം കണ്ടന്റ് ഓർഡറിൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിന്റെ ഹെഡിങ്സ് കിട്ടുന്നുണ്ടോ നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ മിനിമം ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ എക്സസൈസ് 25 കിട്ടുന്നുണ്ടോ നോക്കാം കേട്ടോ, ഓർത്ത് നോക്കാം. 2 മിനിറ്റ് തരാം, അതിനുള്ളിൽ ഈ 25 ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ റാൻഡായിട്ട് ചോദിക്കും കേട്ടോ, അപ്പോൾ കിട്ടണം. അതിൽ മറച്ചു നോക്കിയിട്ട് നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ, 2 മിനിറ്റ്. അപ്പോൾ അവർക്കും ഇയാൾക്ക് പായസം ഞാൻ റെഡിയാക്കി തരാം കേട്ടോ. ഓക്കെ, ബാക്കി എല്ലാവരും കഴിച്ചതല്ലേ? അവർക്ക് ഉണ്ട്. വെച്ചോട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ചാപ്റ്ററിൽ ബയോമോളിക്യൂൾസിൽ?
അമൈഡ് എന്ന് പറഞ്ഞാൽ CONH2 ആണ് ആക്ച്വലി പെപ്റ്റൈഡ് ലിങ്കേജ് കേട്ടോ, ഓർത്ത് നോക്കാം. അമൈഡ് എന്ന് പറയുമ്പോൾ അല്ലെ CONH ആണ് വരുന്നത്. അതെങ്ങനെ ഫോം ചെയ്യണമെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലെ, ഇത് കണ്ടോ COOH NH2. ഇവിടെ ആരൊക്കെ ഉണ്ടാവും? C പിന്നെന്തുണ്ടാവും? NH2 ഉണ്ടോ, ഓർത്ത് നോക്കാം. ദെൻ ഇവിടെ എന്തുണ്ടാവും അല്ലെ, ഓർത്ത് നോക്കാം. നേരെ കൊടുക്കുക, എങ്ങനെ വേണമെങ്കിലും കൊടുക്കുക അല്ലെ. ഇവിടെ 2H അല്ലെ CH2. അപ്പോൾ ആ Hനെ നേരെ ആക്കി കൊടുക്കാം. അപ്പോൾ ചെയിൻ പോരും എന്തോരും ഇത് കണ്ടോ CH2, ഇവിടെ NH2. ഇതിന്റെ പേരെന്താ? ഗ്ലൈസീൻ അല്ലെ, ഗ്ലൈസീൻ. ഇവിടെ നോക്കാം, ഇവിടെ C ഉണ്ട്, ഇവിടെയും COH ഉണ്ട്. ഒരെണ്ണം തിരിച്ചെഴുതിയേക്കാണ് അല്ലെ, ഓർത്ത് നോക്കാം. ഇവിടെ ഞാൻ CH3 കൊടുത്തു. ഇതെന്തായിരുന്നു? ഗ്ലൈസീൻ പ്ലസ് അലാനിൻ ഉണ്ടോ, ഓർത്ത് നോക്കുക. ഗ്ലൈസീൻ പ്ലസ് അലാനിൻ. ഇനി ഇവിടെ നിന്ന് നമ്മൾ OH ഇവിടെ നിന്ന് ഒരു H-ഉം OH വെച്ചും കൂടി പോയാൽ എന്തായിരിക്കും? H2O അല്ലെ, H2O മൈനസ് H2O അല്ലെങ്കിൽ H2O അവിടെ നിന്ന് റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്യുമ്പോൾ ബാക്കി എന്തുണ്ട്? CO. ഇവിടെ എന്തുണ്ട്? NH ഉണ്ടോ, ഓർത്ത് നോക്കാം. ഈ CONH ഇത് ജോയിൻ ചെയ്യാണ് അല്ലെ, ഉണ്ടോ, ഓർത്ത് നോക്കാം. ഇനി നേരത്തെ ഈ ഭാഗത്ത് അതുപോലെ തന്നെ ഇവിടെ CH2 NH2. ഇത് ഇങ്ങനെ ലിങ്ക് ആയിട്ട് പോകും, പോളിമർ ആയിട്ട് പോകും. പോളിമർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വലിയ മോളിക്യൂൾസ് ആയിട്ട് പോകും ചെയ്തു. ഇപ്പൊ 2 എണ്ണം ഉള്ളൂ അല്ലെ, ഓർത്ത് നോക്കാം. ഇപ്പൊ NH2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി CH COOH. ചോദിച്ചോ ഏതാ? ഇതിന്റെ പേര് ഗ്ലൈസീൻ, ഇത് അലാനിൻ, ഇതിന്റെ പേര് ഡൈപെപ്റ്റൈഡ്. ഐപാക് നെയിം ഇല്ല, പോളിമർ ആണ് ആക്ച്വലി കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ എന്തായിരിക്കും അതിന്റെ ശരിക്കുള്ള പേര്? പോളിമർ ഓഫ് ദാറ്റ് കോമ്പൗണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനത്തെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ആ ചാപ്റ്ററിൽ എല്ലാത്തിനും വേറെ പേരുകളായിരിക്കും വരുന്നത്. നമ്മൾ PVC അല്ലെ, പോളിവിനൈൽ ക്ലോറൈഡ് കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ 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 പേരുകളാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. അപ്പൊ അതിന് അതിൻ്റെതായ ഒരു കോമൺ നെയിം വരും. നൈലോൺ 6,6 ഹെക്സാമെത്തിലിൻ ഡയമീൻ പ്ലസ് അഡിപ്പിക് ആസിഡ് കേട്ടോ, ഓർത്ത് നോക്കാം. അത് ജോയിൻ ചെയ്യുമ്പോൾ അതുണ്ടാകുമ്പോൾ അതിന് വേറെ പേരായി പോളിമർ. അപ്പോൾ ആ കാറ്റഗറി മാറി കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെ അങ്ങനെ പോകും. അപ്പോൾ ഇതാണ് അമൈഡ് ബോണ്ട്. അപ്പൊ ഏതെങ്കിലും പല ടേമോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ആകെ 10 ചാപ്റ്റർ ഉള്ളൂ അല്ലേ. 10 ചാപ്റ്ററിൽ നിങ്ങൾക്ക് 10 ചാപ്റ്ററിന്റെ എക്സാം ഇടും കേട്ടോ, ഓർത്ത് നോക്കുക. കൊച്ചു എക്സാമ്പിൾ അടുപ്പിച്ച് കേട്ടോ. നമുക്ക് ആർക്കും ഒരു വിഷമിക്കണ്ട. ഒരു വീക്കിൽ തന്നെ നമ്മൾ പഠിച്ചു തീർന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ ഇയാൾ പറയാണ് എനിക്ക് ഇത് ബയോമോളിക്യൂൾ പഠിക്കണം, എനിക്ക് സ്കൂളിൽ ഇത് വരുന്നുണ്ട് അല്ലെ. പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല. എന്താണ്? സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ ലാസ്റ്റ് 10 ചാപ്റ്ററും പഠിക്കണം. മനസ്സിലായി? ഓർത്ത് നോക്കുക. ആകെ അല്ലെ ഓണത്തിനൊക്കെ ഇരുന്ന് വേണമെങ്കിൽ പഠിക്കാം. അപ്പൊ ഹാപ്പി ആവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാവും കേട്ടോ. അല്ലെങ്കിൽ ഓണം എൻജോയ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാം. പക്ഷെ ഡിസിഷൻ കറക്റ്റ് ആയിരിക്കണം. ഒക്ടോബർ ആകുമ്പോൾ അല്ലെ നിങ്ങൾക്ക് എക്സാം ആവും. 10 ചാപ്റ്റർ ആയി. അപ്പൊ 10 ചാപ്റ്ററിന്റെ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് എഴുതാവുന്ന രീതിയിൽ നമുക്ക് കൊച്ചു എക്സാംസ് സെറ്റ് ചെയ്യാം. പിന്നെ വെറുതെ ആകെ കൂടി എന്താണ് പ്രീവിയസ് ഇയറിലെ അതിൽ നിന്ന് തന്നെ കുറച്ച് ഡിലീറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ഉണ്ടാവും. അപ്പൊ അതിലുള്ള 4 പേപ്പർ ഒന്ന് എന്ത് ചെയ്യുക, എഴുതി റെഡിയാക്കി വെക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റായി മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങട്ടെ, ഓർത്ത് നോക്കാം. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിക്കും കേട്ടോ, ഓർത്ത് നോക്കാം. റയാൻ കേട്ടോ, ഓർത്ത് നോക്കാം. സൂക്രോസ്, അതിൽ വരുന്ന മോണോസാക്കറൈഡിന്റെ പേര് പറഞ്ഞു. റയാൻ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്നില്ലെങ്കിൽ മെസ്സേജ് എങ്കിലും അയക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. സൂക്രോസ് കണ്ടെയ്നിങ് മോണോസാക്കറൈഡ്. ഏതൊക്കെയായിരുന്നു പറഞ്ഞു? ഗ്ലൂക്കോസ് ഫ്രക്ടോസ്. എങ്ങനെ പറയണം? സൂക്രോസ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസും ഫ്രക്ടോസ് എങ്ങനെ? ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ്. കുറച്ചും കൂടി അല്ലെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ സൂക്രോസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് അല്ല, ഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പോസിറ്റീവും നെഗറ്റീവും ആണ് ഡെക്സ്ട്രോയും അല്ലെ. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഡെക്സ്ട്രോ, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ലീവോ. ഡി ആൻഡ് എൽ എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റീവ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞേ, റിലേറ്റീവ് കോൺഫിഗറേഷൻ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കും എന്താണ് സാറേ എന്നാ റിലേറ്റീവ് കോൺഫിഗറേഷൻ ഡി? അങ്ങനെ പറയുമ്പോൾ ഓർത്ത് വെക്കുക, ഈ മോളിക്യൂൾ ഒരേ സ്ഥലത്ത് അറേഞ്ച്മെന്റ് വരുന്നില്ലേ 3Dയിൽ, അതിനെയാണ് റിലേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ കണ്ടില്ലേ, ഒരു OH എടുത്തിട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മാറുന്നുണ്ടോ? അങ്ങനെ വരുന്ന റിലേറ്റീവ് ആയിട്ടുള്ള കോൺഫിഗറേഷനെയാണ് ഡി ഫോം എന്നും എൽ ഫോം എന്നും പറയാൻ കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ, ഓർത്ത് നോക്കാം. അതിൽ തന്നെ ഡയാസ്റ്റീരിയോമോസ് ആർക്കെങ്കിലും എടുത്തിട്ടുണ്ടോ സ്കൂളിൽ? എടുത്തോ? ഇല്ല, ഓക്കെ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് ആക്ച്വലി വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. എൻട്രൻസിൽ ഈ അഡ്വാൻസിൽ അതിൽ തന്നെ നമുക്ക് ക്ലോക്ക് വൈസ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞൊരു മെത്തേഡൊക്കെ ഉണ്ട്.
ഉണ്ടോ? എൻട്രൻസ് പോകുന്നുണ്ട്. അല്ലേ? ഓർത്ത് നോക്കുക. ആ മെത്തേഡിലൊക്കെ നമുക്കത് കണ്ടെത്താനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ അതിലുള്ള ക്വസ്റ്റൻസ് അതിപ്പോൾ മെയിൻലി ചോദിക്കില്ല കേട്ടോ, അഡ്വാൻസിലാണ് കൂടുതൽ വരുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കുക. നിങ്ങൾക്ക് എടുക്കുമ്പോൾ പഴയ ബുക്ക് ആയതുകൊണ്ട് മിക്സ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പോൾ നമ്മൾ സ്റ്റെപ്ഷിപ്പായിട്ട് പഠിച്ചു നോക്കേണ്ടി വരും കേട്ടോ. ഓർത്ത് നോക്കുക. അഡ്വാൻസ് നോക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ വരുന്നുണ്ട് ആക്ച്വലി വരുന്നത് കേട്ടോ. അതിന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കോൺഫിഗറേഷൻ മറ്റേത് എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യുന്ന ടൈപ്പൊക്കെ ഉണ്ടാകും അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ടൈപ്പ് അത് നിങ്ങൾക്ക് വേറെ അധികം ഇല്ല വേറെ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അത്രയും വരെ നമ്മൾ നോക്കണേ കേട്ടോ. ഓർത്ത് നോക്കാം. നമ്മൾ CBSE ഒരു ഓർഡറിൽ തന്നെ നിൽക്കുന്നുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. നീ ചോദിച്ചു നോക്കട്ടെ. ഇപ്പോൾ ഓൺലൈനിൽ ഒരാൾ ആൻസർ പറഞ്ഞു, നീ ഓഫ്ലൈനിൽ ബാക്കിൽ നിന്ന് തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ കൈയൊക്കെ ഉയർത്തി പോസിറ്റീവായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. കൈ മാറ്റണ്ട കേട്ടോ, പോസിറ്റീവ് സൈൻ. സോ നമുക്ക് റെഡ്യൂസിങ് ഷുഗർ ഡെഫിനിഷൻ. ഓക്കെ. പിന്നെ അതിന് എക്സാമ്പിളൊക്കെ പറഞ്ഞാൽ വെരി ഗുഡ് കണ്ടോ. മോണോസാക്കറൈഡ് കണ്ടോ. ഓർത്ത് നോക്കുക. ഇന്നലെയൊക്കെ ഇരുന്ന് പഠിച്ചു അല്ലേ? പഠിച്ചു കണ്ടോ. രാത്രി ഇരുന്ന് അത് ചാപ്റ്റർ പഠിച്ചു തീർത്തു അയാൾ കണ്ടോ. ഋതിക്കിനോടാണ് അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. എന്നിട്ട് ഓൺലൈനിൽ ഇരിക്കുന്ന ക്രിസ്റ്റിനോടും മെഗ്നാസിനോട് ചോദിക്കും. അപ്പോൾ ഋതിക്, ലാക്ടോസ് അതിലുള്ള മോണോസാക്കറൈഡ്സ്. ബീറ്റാ ഡി ഗ്ലൂക്കോസ് കേട്ടോ. കഴിച്ചു അവിടുത്തെ ഗ്ലൂക്കോസിന്റെ പുറത്തെ പായസം കഴിക്കാൻ പറ്റാത്ത കഴിച്ചു കേട്ടോ. ബീറ്റാ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റാ ഡി കേട്ടോ. ഓർത്ത് നോക്കും. ദെൻ നെക്സ്റ്റ് ക്രിസ്, ആംഫോട്ടറിക് ബിഹേവിയർ ഓഫ് അമിനോ ആസിഡ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തേക്കുന്ന അതായിരുന്നു ആക്ച്വലി. വൈ? വെരി ഗുഡ്. സ്വിറ്ററോയാണ് അല്ലെ? സ്വിറ്ററോയുടെ ഡെഫിനിഷൻ കൂടി പറയാൻ പറ്റിയ ഓക്കെ ആണ്. ഒന്നും കൂടി പവർഫുൾ ആവും. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഡൈപോളർ അയൺ അല്ലെ? അതെങ്ങനെ ഉണ്ടാവുന്നു കൂടി ഒന്ന് പറഞ്ഞു നോക്കിയേ അല്ലെ? അമിനോ ആസിഡ് കണ്ടെയ്നിങ് COH lose a proton and amino group accept a proton to form dipolar ion is known as switcher ion കേട്ടോ. ഓർത്ത് നോക്കുക. കറക്റ്റ് ആയിട്ട് ക്രിസ് പറഞ്ഞു. ഓക്കെ, റൈറ്റ് ആണ് കേട്ടോ. ഓക്കെ, ഗുഡ്. ദെൻ നെക്സ്റ്റ് ഇവിടെ നിന്ന് ബാക്കിൽ കേട്ടോ. ഓർത്ത് നോക്കുക. DNA ഒക്കെ അറിയാവുന്നതാണ്, അതുകൊണ്ട് ചോദിക്കണ്ട. ഇൻവേർട്ട് ഷുഗർ എന്താണ്? ഇൻവേർട്ട് ഷുഗർ ഡെഫിനിഷൻ വിത്ത് എക്സാമ്പിൾ. ടെക്സ്റ്റ് ബുക്കിൽ 25 ക്വസ്റ്റ്യനിൽ ഇല്ല കേട്ടോ. ഓർത്ത് നോക്കുക. അതുകൊണ്ട് ഇൻവേർട്ട് ഷുഗർ എന്താണ്? ഇൻവേർട്ട് ഷുഗറിന് എക്സാമ്പിൾ എന്താണ്? സൂക്രോസ്. സൂക്രോസ് എന്തായിരുന്നു? സൂക്രോസ്. വാട്ട് യു മീൻ സൂക്രോസ്? അല്ല, ആ ഡെഫിനിഷനിൽ എന്താ പറയുന്നത്? അല്ല, ഇൻവേർട്ട് ഷുഗർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹൈഡ്രോലിസിസ് ഓഫ് ഡൈസാക്രൈഡ് ചേഞ്ച് ദെയർ എന്താണ് സൈൻ ഓഫ് റൊട്ടേഷൻ ഡെക്സ്ട്രോ ടു ലീവോ ഈസ് നോൺ ആസ് ഇൻവേർട്ട് ഷുഗർ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ സൂക്രോസ് ഓൺ ഹൈഡ്രോലിസിസ് എന്താണ് അല്ലെ? ചേഞ്ച് ഇൻ സൈൻ ഓഫ് റൊട്ടേഷൻ ഡെക്സ്ട്രോ ടു ലീവോ, ദിസ് ഇസ് നോൺ ആസ് ഇൻവേർട്ട് ഷുഗർ കേട്ടോ. ഓർത്ത് നോക്കാം. എന്തുകൊണ്ടായിരുന്നു ആക്ച്വലി അതിൽ നമുക്കറിയാം ആൽഫ ഡി ഗ്ലൂക്കോസ് എന്തായിരുന്നു? ആൽഫ ഡി ഗ്ലൂക്കോസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി അല്ലെ? ഫ്രക്ടോസ് എന്തായിരിക്കും? ലീവോ റൊട്ടേറ്ററി ഉണ്ടോ. അപ്പൊ അത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് രണ്ടും മിക്സ് ചെയ്ത് സൂക്രോസ് ആയി നിൽക്കുന്ന സമയത്ത് അത് എന്തായിരുന്നു ആക്ച്വലി? ഡെക്സ്ട്രോ ആണ്. വെള്ളത്തിലിടുമ്പോൾ എന്താവും? ലീവോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് വരും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ദെൻ നെക്സ്റ്റ് എഗ്നാഷ് കേട്ടോ. ഓർത്ത് നോക്കാം. എഗ്നാഷ് നമ്മൾ പഠിച്ചതിൽ എസെൻഷ്യൽ അമിനോ ആസിഡ് കേട്ടോ. ഓർത്ത് നോക്കാം. അതിന്റെ ഒരു ഡെഫിനിഷൻ വിത്ത് വൺ എക്സാമ്പിൾ. എസെൻഷ്യൽ അമിനോ ആസിഡ് എഗ്നാഷ്. എസെൻഷ്യൽ അമിനോ ആസിഡ് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ. എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആണോ? എന്റെ ക്ലാസ് നോക്കണം, പ്രീവിയസ് ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നോക്കാം, അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ കിട്ടില്ല. എന്താണ് എന്തായിരുന്നു എന്ന് പറഞ്ഞ എസെൻഷ്യൽ അമിനോ ആസിഡ്? അമിനോ ആസിഡ് വിച്ച് cannot synthesis in our body.
കേട്ടോ. ദേ മസ്റ്റ് ഒബ്റ്റെയിൻ ടു റെഗുലർ ഡയറ്റ്. ഇപ്പൊ തന്നെ പഠിക്കണം, ഞാൻ വീണ്ടും ചോദിക്കും കേട്ടോ, ഓർത്ത് നോക്കാം. എന്തായിരുന്നു? ദേ മസ്റ്റ് ഒബ്റ്റെയിൻ ടു റെഗുലർ ഡയറ്റ്. കേട്ടോ, നിങ്ങൾ ഇരിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒരാളോട് ചോദിക്കുമ്പോൾ ബാക്കി ആൾക്കാർ ആ ക്വസ്റ്റ്യൻ എനിക്ക് അറിയാമെങ്കിലും അത് മൈൻഡിലൊന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കുക. എൻഡ് ഓഫ് ദ ക്ലാസ് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ പഠിച്ചു എന്ന് ഇങ്ങനെ ഓർക്കും മതി. ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് വെറുതെ ഒരു കറക്റ്റ് 30 സെക്കൻഡ് ഒക്കെ ആലോചിക്കാൻ പാടുള്ളൂ. 30 സെക്കൻഡ്, ഒരു 15 സെക്കൻഡ് അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തൊക്കെ എനിക്കറിയാം. ആ സെക്കൻഡിൽ നിങ്ങളുടെ മൈൻഡിൽ എത്ര ഫാസ്റ്റ് ആയിട്ട് വരുന്നോ അതേ നിങ്ങൾക്ക് മെയിൻ എക്സാമിന് പെട്ടെന്ന് കിട്ടത്തുള്ളൂ. സ്പോണ്ടേനിയസ് ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും വരണം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ എസെൻഷ്യൽ അമിനോ ആസിഡ് കേട്ടോ, ഓർത്ത് നോക്കാം. എന്തായിരുന്നു? അമിനോ ആസിഡ് വിച്ച് കനോട്ട് ബി സിന്തസൈസ്ഡ് ഇൻ അവർ ബോഡി. പിന്നെ എന്തായിരുന്നു? മസ്റ്റ് ബി ഒബ്റ്റെയിൻ ത്രൂ റെഗുലർ ഡയറ്റ് കേട്ടോ, ഓർത്ത് നോക്കാം. എക്സാമ്പിൾ എന്തായിരുന്നു? ലൂസീൻ, ലൈസീൻ കേട്ടോ, ഓർത്ത് നോക്കാം. വലൈൻ അല്ലെ, ഓർത്ത് വെക്കാം. അപ്പൊ അങ്ങനെ കുറെ എക്സാമ്പിൾ ഉണ്ട്, അങ്ങനെ ഒന്ന് എടുത്ത് എഴുതി വെക്കാം. ഓക്കെ അല്ലേ? പിന്നെ ഉണ്ടോ കുറച്ച് ചോദിക്കാത്ത ആൾക്കാർ വിഷമിട്ടിരിക്കണോ? തന്നെ ഇവിടാം കേട്ടോ. ഓക്കെ, എന്ത് പറ്റി വയ്യേ? ഭയങ്കര ഇതായിട്ടിരിക്കുന്നുണ്ട്. DNA, RNA അല്ലേ, ഓർത്ത് നോക്കാം. അതില് RNAയിലുള്ള ബേസിന്റെ പേര് പറഞ്ഞാൽ മതി. ചെറിയൊരു അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ ഇല്ല കേട്ടോ, യുറാസിൽ കേട്ടോ. തൈമിന് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം, എന്നാലും തൈമിൻ എന്തില്ല, RNAയിലില്ല. ഒന്നുകൂടി പറഞ്ഞേ, അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ കേട്ടോ. അപ്പൊ DNA എന്തുണ്ടാവും കേട്ടോ? തൈമിന് ലാസ്റ്റ് പറഞ്ഞാൽ മതി കേട്ടോ, ഓർത്ത് നോക്കാം. സൈറ്റോസിൻ, തൈമിൻ. അപ്പൊ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഈ ആദ്യത്തെ മൂന്നെണ്ണം രണ്ടിനും സെയിം ആണ്. എങ്ങനെയാ? അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, ഇത് രണ്ടിനും സെയിം ആണ്. ഇതില് തൈമിൻ, ഇതില് യുറാസിൽ. അങ്ങനെ ഓർത്ത് നോക്കുക കേട്ടോ, എളുപ്പത്തില് വരുന്നത്. നെക്സ്റ്റ് പേസ് ഉണ്ട്, കോംപ്ലിമെന്ററി പേസ് ഏതൊക്കെയായിരുന്നു? ഇതില് ഏതിനാണ് ഡബിൾ ബോണ്ട്? തൈമിൻ അല്ലെ, ഓർത്ത് നോക്കാം. അഖിൽ, ഇതില് ന്യൂക്ലിയോസൈഡ് ഡെഫിനിഷൻ. A unit formed by the attachment of sugar and base. Sugar and base അല്ലെ, ഓർത്ത് നോക്കുക. ഏത് പൊസിഷൻ ആണെന്നൊക്കെ പറഞ്ഞാലേ മാർക്ക് വരുള്ളൂ, കിട്ടത്തില്ല. 4th ആണോ, 3rd ആണോ, 5th ആണോ, 1 ആണോ, 2 ആണോ? അല്ലെ, 1 ആണ്. ഉറപ്പല്ലേ? ഫസ്റ്റ് പൊസിഷനിൽ ഏതാണ്? ഷുഗറിൽ ബേസ് ആണോ, ബേസിൽ ഷുഗർ ആണോ? ഷുഗറിന്റെ പൊസിഷനിലാണോ, ബേസിന്റെ 5th പൊസിഷൻ ആണോ, ഷുഗറിന്റെ പൊസിഷനിലാണോ? ഷുഗറിന്റെ പൊസിഷൻ കണ്ടോ, ഓർത്ത് നോക്കാം. അതൊക്കെ അറിയാം, പക്ഷെ ഞാനത് പരമാവധി ഒന്ന് തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി കണ്ടോ, ഓർത്ത് നോക്കാം. എന്താണ് ഷുഗറിന്റെ പൊസിഷൻ അല്ലേ? ഷുഗറിന്റെ ഫസ്റ്റ് പൊസിഷനിൽ ആര് വരും? ബേസ് വരും. ദെൻ ന്യൂക്ലിയോ ടൈഡ് ആകുമ്പോൾ എന്ത് വ്യത്യാസം വരും? ഏത് പൊസിഷനിൽ ഫോസ്ഫോറിക് ആസിഡ് വരും? 5th കണ്ടോ, ഓർത്ത് നോക്കാം. ഗുഡ് കേട്ടോ. അപ്പോൾ കുറേ പേര് മിക്കവരും തന്നെ ആൻസർ ഒക്കെ പറയുന്നുണ്ട്. ചാപ്റ്റർ എളുപ്പമല്ലേ, ഓർത്ത് നോക്കാം. ഇനി നമുക്ക് D&F എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോകാം കേട്ടോ. ഹെഡിങ് എഴുതി D&F ബ്ലോക്ക്. സ്കൂൾ കഴിഞ്ഞാലേ കോൺഫിഡന്റ് ആയിട്ടിരിക്കണ, സിമ്പിൾ ആണെന്ന് കണ്ടോ. D&F ഹെഡിങ് എഴുതി കേട്ടോ. D&F ബ്ലോക്ക് എലമെന്റ്സ്. തേർട്ടി വരെയുള്ള എലമെന്റ്സ് എത്ര പേർക്ക് അറിയാം? 30 വരെ, 30 ആറ്റമിക് നമ്പർ ഒക്കെ എല്ലാവർക്കും അറിയാം കണ്ടോ. 30 വരെ ഉള്ള എല്ലാ എലമെന്റ്സും അറിയാലോ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ നമ്മള് ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ 30 വരെയുള്ള എലമെന്റ്സ് ഒക്കെ എഴുതി കറക്റ്റ് ആക്കിയിട്ട് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഈ ചാപ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡി ബ്ലോക്കിലുള്ള എലമെന്റിന്റെ പൊസിഷൻ അറിയണം, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ, ഓർത്ത് നോക്കാം. അപ്പോ പീരിയോഡിക് ടേബിൾ അറിയാലോ അല്ലെ, പീരിയോഡിക് ടേബിൾ ഇതിന്റെ പൊസിഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതിലെ ഫസ്റ്റ് 11 ടോപ്പിക്സ് നമുക്ക് ഈ പൊസിഷൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടും. തേർഡ് ചാപ്റ്റർ അല്ലേ. ഈ ബ്ലോക്കിന്റെ പേര് എസ് ബ്ലോക്ക്
ഇതെന്തായിരിക്കും? പി ബ്ലോക്ക്. ഇതെന്തായിരിക്കും? ഡി ബ്ലോക്ക് കേട്ടോ. ഇപ്പൊ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഡി ബ്ലോക്ക് ആണ് ആക്ച്വലി. അപ്പോ ഈ ഡി ബ്ലോക്കില് ആദ്യത്തെ എലമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എന്തിലായിരുന്നു? ഫസ്റ്റ് എലമെന്റ് സ്കാൻഡിയ കേട്ടോ. ഓർത്ത് നോക്കാം, ഫസ്റ്റ് എലമെന്റ് സ്കാൻഡിയ. അപ്പോ 21 മുതൽ 30 വരെയുള്ള എലമെന്റ്സുകളാണ് നമ്മൾ ഇവിടെ ക്ലിയർ ചെയ്ത് വരേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് ഇത് വരക്കണം. വരക്കുമ്പോൾ ഇതൊക്കെ വെറുതെ ഒഴിച്ചിടുക. ഇവിടെ തൊട്ടുള്ള എലമെന്റ്സുകളുടെ പേരുകളാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. ഞാൻ എഴുതി കഴിഞ്ഞിട്ട് മതി, ഇപ്പൊ വേണ്ട. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. അപ്പോ ഇതിന്റെ പൊസിഷൻ വിത്ത് റിലേറ്റീവ് കോൺഫിഗറേഷൻസ് ഒക്കെ നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് ആദ്യത്തെ ഈ ചാപ്റ്ററിലെ ഡി ആൻഡ് എഫിലെ ഫസ്റ്റ് 11 ടോപ്പിക്സും പഠിക്കാൻ എളുപ്പമാണ് ആക്ച്വലി കേട്ടോ. ഓർത്ത് നോക്കുക, കമ്പയർ ഇത് പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര ചാപ്റ്റർ മിസ്സിംഗ് ആവും. കാരണം ഇതില്ല ആ ക്വസ്റ്റ്യൻസിൽ വരുന്ന ചോദിക്കുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് കിട്ടണം. ഓർത്ത് നോക്കുക. അപ്പൊ ഇതിവിടെ നോട്ട് 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഇനി ഇതിന്റെ നിങ്ങൾക്ക് കോൺഫിഗറേഷൻ അറിയണം. 4s2 എന്ന് പറഞ്ഞാൽ 20 ആണ്. 21 എന്ന് പറയുമ്പോൾ എന്ത് വരും? 3d1. അപ്പൊ 4s2 3d1. ടൈറ്റാനിയം എന്തായിരിക്കും? 4s2 3d2. വനേഡിയം എന്തായിരിക്കും? 4s2 3d3. ക്രോമിയം എന്തായിരിക്കും? ഈ ഒരു എക്സെപ്ഷൻ ആണ്. ക്രോമിയം എന്താണ്? എക്സെപ്ഷൻ. അത് 4s1. അതുകൊണ്ട് മാത്രം ബ്ലാക്കിൽ എഴുതാണ് ഞാൻ. 4s1 3d5 കേട്ടോ. ഓർത്ത് നോക്കുക. അതിന് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്, സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അൺപെയ്ഡ് ആയ സ്റ്റെബിലിറ്റി കൂടും, കംപ്ലീറ്റ്ലി പെയ്ഡ് ആയാലും സ്റ്റെബിലിറ്റി കൂടും. വൈ? എന്തുകൊണ്ട് അങ്ങനെ വന്നു? അങ്ങനെ കംപ്ലീറ്റ്ലി ഹാഫ് ഫിൽഡ് ആയാലും കംപ്ലീറ്റ്ലി പെയ്ഡ് ആയാലും സ്റ്റെബിലിറ്റി കൂടുന്നതിന് 2 റീസൺ. ഫസ്റ്റ് എന്തായിരുന്നു? സെയിം സിമെട്രി. സെക്കൻഡ് വേർഡ് എക്സ്ചേഞ്ച് എനർജി കേട്ടോ. ഓർത്ത് നോക്കി. ഇത് രണ്ടും എവിടെയാണ് നിങ്ങൾ പഠിപ്പിച്ചേക്കുന്നത്? 11th സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ഏറ്റവും ലാസ്റ്റത്തെ പേജ്. ആ ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞിട്ട് എക്സസൈസിൽ ക്വസ്റ്റ്യൻ തുടങ്ങൂലേ, അതിന് മുമ്പ് ഒരു ഗ്രീൻ പേജിൽ ഒരു ഫുൾ പേജ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓർത്ത് നോക്കുക. ഡൗട്ടുള്ള ആൾക്കാര് അത് പോയി നോക്കാം കേട്ടോ. ഓക്കെ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നില്ല. പക്ഷെ ഇതിന്റെ റീസൺ അറിയുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? സ്റ്റെബിലിറ്റി. എന്താ ഓർത്ത് നോക്കണ്ടേ? സ്റ്റെബിലിറ്റി. അപ്പൊ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇതിന്റെ കോൺഫിഗറേഷൻ ഞാൻ ബ്ലാക്കിൽ എഴുതിയേക്കാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത എന്തായിരിക്കും? മാംഗനീസ് ഒക്കെ കറക്റ്റ് ഓർഡർ തന്നെയാ. എന്തായിരിക്കും? 4s2 3d5. ഇനി അയൺ എന്തായിരിക്കും? 4s2 3d6. ഇനി കൊബാൾട്ട് എന്തായിരിക്കും? 4s2 3d7. ഇനി നെക്സ്റ്റ് നിക്കൽ എത്രയായിരിക്കും? 4s2 3d8. കോപ്പർ എത്തുമ്പോൾ വീണ്ടും എക്സെപ്ഷനിലേക്ക് വരികയാണ്. കോപ്പർ എന്താണ്? 4s1 3d10. അത് കംപ്ലീറ്റ്ലി ഫില്ല് ആകും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? അല്ലെ, കൂടും. അതിന് വേണ്ടിയിട്ട് അത് വരും. ഇനി സിങ്ക് 4s2 3d10 കേട്ടോ. ഈ കോൺഫിഗറേഷൻ നിങ്ങൾക്ക് ഓരോ എലമെന്റിന്റെയും നന്നായിട്ട് ആദ്യം അറിയണം. അപ്പൊ ആദ്യം നമ്മൾ ഇന്ന് പ്രാക്ടീസ് സെക്ഷൻ ആണ് കേട്ടോ. ഇത് പറയിപ്പിക്കുക, എല്ലാവരും കൊണ്ടും പറയും കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരും എല്ലാവരും ഇത് പറഞ്ഞിട്ട് പോവുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. എല്ലാത്തിന്റെയും കോൺഫിഗറേഷനും ഇതും കൂടി പറയണം. അത് ഓർത്ത് നോക്കാം. ക്ലിയർ ആയിട്ട് കിട്ടണം കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ഇത് കഴിഞ്ഞിട്ടില്ല, അടുത്ത് തുടങ്ങണുള്ളൂ. ചില ഫാമിലീസ് പഠിക്കണം. ആസ് എ ടീച്ചർ എനിക്ക് പറഞ്ഞാൽ മതി ഇതിന്റെ താഴെയുള്ള എല്ലാം കൂടി പഠിച്ചു. പക്ഷേ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് ഡി എഫ് വേറെ ഉണ്ട് കേട്ടോ. ഈ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ഡി ആൻഡ് എഫ് ബ്ലോക്ക്. ഡിയില് കുറച്ച് ഫാമിലീസ് നിങ്ങൾ അറിയണം. അത് ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് ഫാമിലി ക്രോമിയം. ക്രോമിയത്തിന്റെ അടിയിൽ ഏതാണ്? മോളിബ്ഡിനം, ടങ്സ്റ്റൺ. ഇവരുടെ എല്ലാം കോൺഫിഗറേഷൻ എന്തായിരിക്കും? മോളിബ്ഡിനം എന്തായിരിക്കും? 4s പകരം 5s1 3d5. 4d5 ഒരെണ്ണം കൂടും. 1 വെച്ചാൽ കൂട്ടാം. ഇതെന്തായിരിക്കും? 6. രണ്ടെണ്ണം കൂടും അല്ലെ? 6s1 5d5 ഉണ്ടോ? ഓർത്ത് നോക്കാം. ഇനി നെക്സ്റ്റ് അടുത്ത ഫാമിലി പഠിക്കേണ്ടത് കോപ്പർ ഫാമിലി അറിയണം. കോപ്പറിന്റെ തൊട്ട് താഴെ ആരാ? പറയേ, ആരും പറയാത്ത എന്താ? അച്ഛൻ്റെ പറഞ്ഞ് ക്ലാസ് കഴിഞ്ഞാണ്, സ്കൂളിൽ കഴിഞ്ഞാണ്.
സിൽവർ കേട്ടോ, ഓർത്ത് വെക്കാം. ഇവിടെ എന്തായിരിക്കും? ഗോൾഡ്, AU ഒറേലിയം അല്ലെ, ഓർത്ത് വെക്കാം. സിങ്ക് എന്തായിരുന്നു? കാഡ്മിയം കേട്ടോ, ഓർത്ത് വെക്കാം. CD കാഡ്മിയം. പിന്നെ ഇവിടെ എന്താ? HG മെർക്കുറി കണ്ടോ, ഓർത്ത് വെക്കാം. ഇത്രയും ഫാമിലി എന്ന് പറഞ്ഞാൽ ഈ 3 ഫാമിലിയും നിങ്ങൾ ഇപ്പൊ പറയേണ്ടി വരും, ഓർത്ത് വെക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോപ്പറിന് ഉണ്ടാകുന്ന അതേ കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ പറയുന്ന സിൽവറിനും ഗോൾഡിനും ഒക്കെ വരുന്നത്. ദെൻ കാഡ്മിയം, മെർക്കുറി കേട്ടോ. ഇത്രയും ആൾക്കാരുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം. ബാക്കിയുള്ളത് പഠിക്കണമെന്നല്ല പറഞ്ഞാൽ, ഇത് പഠിച്ചു കഴിഞ്ഞ് ഉറപ്പിച്ച്. ഇത് മോളിബ്ഡിനം, ടങ്സ്റ്റൺ ആണ് കേട്ടോ. ഡബിൾ ടങ്സ്റ്റൺ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഇൻകാൻഡിസെന്റ് ബൾബ് ഉണ്ട്, അതിൽ ചെറിയൊരു ഫിലമെന്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും, കണ്ടല്ലേ നിങ്ങൾ ചെറുപ്പത്തിലേക്ക് എന്തായാലും ഉണ്ടാവും കേട്ടോ. ഇൻകാൻഡിസെന്റ് ബൾബില്ലേ, അത് നോക്കാം. അതിന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ക്ലാസ് റൂമിൽ ഒരു വലിയൊരു ലൈറ്റ് തൂങ്ങി കിടപ്പുണ്ട്, നമ്മൾ ഇങ്ങനെ പോയിട്ട് കണ്ണ് നോക്കിയാൽ മതി കേട്ടോ, ഓർത്ത് നോക്കാം. ആ ചെറിയ ക്ലാസ്സിലെ അവിടെ അതുണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. ഒരു ഇൻകാൻഡിസെന്റ് ബൾബ് കേട്ടോ, ഓർത്ത് നോക്കാം. പൊട്ടിച്ചൊന്നും കളയരുത്, കണ്ണ് സൂക്ഷിച്ചായിട്ട് നോക്കിയാൽ മതി, അപ്പോൾ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഇതുണ്ട്. അപ്പോൾ ഓർത്ത് നോക്കാം, ഇത്രയാണ് വരേണ്ടത്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതല്ല, അടുത്തൊരു പോയിന്റ് ആണ് ഇതിലെ ഏറ്റവും ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അൺപെയ്ഡ് ഇലക്ട്രോൺ പറയണം കേട്ടോ, ഓർത്ത് നോക്കാം. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി നോക്കി, ആദ്യത്തെ സ്കാൻഡിയം 4:3D1. ഡി ബ്ലോക്ക് എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? എത്ര ബോക്സ് ഉണ്ടാവും കേട്ടോ, ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. സ്കാൻഡിയം എന്ന് പറയുമ്പോൾ 3D1, അപ്പൊ എത്ര അൺപെയ്ഡ് ഉണ്ടാവും? ഒരെണ്ണേ ഉള്ളൂ അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ ഇവിടെ 1 അൺപെയ്ഡ് ആണ്. ഇനി ടൈറ്റാനിയം എത്രയായിരിക്കും? 2. വനേഡിയം 3 ആണ്, ഓർത്ത് നോക്കാം. വനേഡിയം എന്ന് പറയുമ്പോൾ 3D3. ഇനി ടങ്സ്റ്റൺ 3D5 ആണ് അല്ലെ, ഒരെണ്ണം പുറത്തേക്ക് ജമ്പ് ചെയ്തു വന്നു, അങ്ങനെ ഡിയിൽ വരുമ്പോൾ ഇവിടെ 5 വരും. ഇനി മാംഗനീസും എന്താ തന്നെയാ? 3D5, ഇവിടെ 5 അൺപെയ്ഡ് വരും കേട്ടോ, ഓർത്ത് നോക്കാം. അൺപെയ്ഡ് കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി അയൺ 26 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കണ്ടോ, ഇവിടെ നോക്കിയേ. D6 എത്ര അൺപെയ്ഡ് ഉണ്ട്? 4. എത്ര അൺപെയ്ഡ് ഉണ്ട്? 4. അപ്പൊ ഇവിടെ വരുമ്പോ 4 അൺപെയ്ഡ്. ഇനി കൊബാൾട്ട് 3D7, അപ്പൊ എത്ര വരും? 3 കണ്ടോ, ഓർത്ത് നോക്കാം അല്ലെ. 3 1 2 3 അത്രയാണ് അൺപെയ്ഡ് വരുന്നത്. ദെൻ നിക്കൽ 3D8, അപ്പൊ എത്ര വന്നു? 2. ഇനി കോപ്പർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 3D10 ആണ് കണ്ടോ, ഓർത്ത് നോക്കാം. 3D10 0. ഈ അൺപെയ്ഡ് എന്ന് പറയുന്നതാണ് ഈ ചാപ്റ്ററിലെ 11 ടോപ്പിക്കില് ഏകദേശം ഒരു 6 ടോപ്പിക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പൊ 6 ടോപ്പിക്കിന്റെ ഹെഡിങ്ങിന്റെ ആൻസർ ക്വസ്റ്റ്യൻ കണ്ടമാനം ഉണ്ടാവും. ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവും, നമുക്ക് പേടിച്ചു പോകും, പക്ഷെ ആൻസർ ഒക്കെ ഒറ്റ വേർഡായിരിക്കും. ഈ ചാപ്റ്ററിൽ ഗെയിം അതാണ്. ഈ ചാപ്റ്റർ എടുത്തേക്കുന്ന ആൾക്കാർക്ക് അറിയാം, അവര് ചോദ്യങ്ങൾ ഉണ്ടാവുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ചോദിക്കും. മെർക്കുറി ലിക്വിഡ് ആണ് വൈ? മെർക്കുറി ലിക്വിഡ് ആണ് വൈ? എന്ത് ചെയ്യാനാ? എന്തുകൊണ്ടായിരിക്കും? ഇതോടെ നോക്കിയേ, ഉണ്ടോ? മെർക്കുറി ലിക്വിഡ് ആണ് വൈ? മെർക്കുറിയിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ 0. അപ്പോ മെർക്കുറിയിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ 0 വന്നു കഴിഞ്ഞാൽ എന്താണ്? അൺപെയ്ഡ് ഇലക്ട്രോൺ ഇൻക്രീസസ്, ഇന്റർ ആറ്റമിക് ഇന്ററാക്ഷൻ ഇൻക്രീസസ്, മെറ്റാലിക് ബോണ്ട് സ്ട്രോങ്. മെറ്റാലിക് ബോണ്ട് സ്ട്രോങ് ആവുന്നത് എവിടെയാണ്? അൺപെയ്ഡ് കൂടിയാലാണ്. ഇവിടെ ഇല്ല, അപ്പൊ എന്താ വരും? അത് ലിക്വിഡ് ആവും. അവർ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതല. ഇനി ചോദിക്കട്ടെ, അയൺ ഉണ്ട്, കോപ്പർ ഉണ്ട്, ഏതിനാണ് സ്ട്രെങ്ത് കൂടുതൽ? അയൺ ഉണ്ട്, കോപ്പർ ഉണ്ട്, ഏതിനായിരിക്കും സ്ട്രെങ്ത് കൂടുതൽ? അയൺ കണ്ടോ, ഓർത്ത് നോക്കാം. കോപ്പർ വിച്ച് ഈസ് മോർ സ്ട്രോങ്ങർ എലമെന്റ് ആൻഡ് വൈ? അയൺ ആണ്. കാരണം എന്താ? എത്ര അൺപെയ്ഡ് ഉണ്ട്? 4. അപ്പൊ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇൻക്രീസസ്, ഇന്റർ ആറ്റമിക് ഇന്ററാക്ഷൻ ഇൻക്രീസസ്, ദ സ്ട്രെങ്ത് ഓൾസോ ഇൻക്രീസസ്. ടെക്സ്റ്റ് ബുക്കിൽ ആ വേർഡ് വെച്ചാൽ അവർ പണ്ടമനം വളരെ ഭംഗിയുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാക്കും, പക്ഷെ അതിന്റെ മെയിൻ ഫോക്കസ് ഇതിലേക്കായിരിക്കും വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. മെയിൻ ഫോക്കസ് വരുന്നത്. ഇനി നിങ്ങൾക്കറിയാം, അയൺ, മാംഗനീസ്, ക്രോമിയം, ഇവരെയൊക്കെ എടുത്ത് മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? നന്നായിട്ട് അട്രാക്ട് ചെയ്യും. കോപ്പറിനെ എടുത്തിട്ട് അങ്ങനെ അട്രാക്ട് ചെയ്യുമോ കോപ്പർ മാഗ്നറ്റിക് ഫീൽഡ്? ഇല്ല. വൈ? എന്താണ്? ഇത് തന്നെയാണ്. അവിടെ ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷൻ ഉണ്ട്, ന്യൂ ഈക്വൽ ടു റൂട്ട് ഓഫ് n into n+2. n 0 ആണെങ്കിൽ 0 അല്ലേ? n into n+2 അല്ലേ, ഓർത്ത് നോക്കാം. അപ്പൊ മാഗ്നറ്റിക് മൊമെന്റ് എവിടെയായിരിക്കും കൂടുതൽ? മിഡിൽ സീരീസിൽ. ഐഡിയ മനസ്സിലായി? അപ്പോ ആ അൺപെയ്ഡ് ഇലക്ട്രോൺ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇതിലുള്ള
ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. അപ്പോൾ ആദ്യം ഇത് കറക്റ്റ് ആയിട്ട് കേട്ടോ വേഗം ഒരു പിക്ചർ എടുത്തിട്ട് ഇത് വരക്കണം കേട്ടോ. എല്ലാവരും വരച്ചേ, ഒരു ഫുൾ പേജിൽ വരക്കണം കേട്ടോ. നിങ്ങൾക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിലായിരിക്കും പല ആൾക്കാർ ഇപ്പോൾ വരച്ചു വെക്കണേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ സാറേ ഞാൻ എന്തിനു എഴുതിയെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് പറയണം ഇപ്പൊ കേട്ടോ. ഓർത്തോ, ഒരു ഫുൾ പേജിൽ വരക്കാൻ കേട്ടോ. ഫുൾ പേജിൽ വരച്ചിട്ട് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഫുൾ പേജിൽ വരച്ചിട്ട് നിങ്ങൾക്ക് 21 മുതൽ സ്കാൻഡിയം ടൈറ്റാൻ അങ്ങനെ കറക്റ്റ് കാണാതെ പറയാൻ പറ്റണം. ദെൻ നെക്സ്റ്റ് ഞാൻ റാൻഡ് ആയിട്ട് ചോദിക്കുമ്പോൾ ക്രോമിയം. അപ്പൊ നിങ്ങൾക്ക് ക്രോമിയോ ആണല്ലേ, ഓ സാറേ D5 ആണ്. D5 എന്ന് പറയുമ്പോൾ അൺപെയ്ഡ് 6 ആയിരിക്കും, അങ്ങനെ പറയാൻ പറ്റണം. Electronic configuration. എഴുതണം കേട്ടോ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം കേട്ടോ, മറക്കല്ലേ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതുപോലെ ഈ ഫാമിലി ഇവിടെ അൺപെയ്ഡ് എന്ന് എഴുതണം കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവില്ല. അൺപെയ്ഡ് ഇലക്ട്രോൺ. ഓൺലൈനിൽ എഴുതി കഴിഞ്ഞ ആൾക്കാർ, ഒന്ന് പഠിച്ചു കഴിഞ്ഞ ആൾക്കാർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലത് കേട്ടോ. ഇനിയുള്ള ടൈമുകളിലൊക്കെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഈ ഇരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് മനസ്സിൽ എഴുതി കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അപ്പം തന്നെ ഒന്ന് പറഞ്ഞൊക്കെ നോക്കുക, കറക്റ്റായിട്ട് വീണ്ടും പറഞ്ഞു നോക്കുക, ക്രോസ് ചെക്ക് ചെയ്ത് ഉറപ്പിക്കുക എന്ന് പറയാനാ കേട്ടോ. ഓക്കെ, അഖിലേക്ക് പരച്ചു കഴിഞ്ഞു അല്ലേ? പൊതുവെന്ന് പറഞ്ഞു ഫസ്റ്റ് ഫുള്ള് പറയണം. AU ഗോൾഡ് കേട്ടോ. പറയുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ സ്കാൻഡിയം ടൈറ്റാനിയം വനേഡിയം ക്രോമിയം മാംഗനീസ് അയൺ കൊബാൾട്ട് നിക്കൽ കോപ്പർ സിങ്ക്. റാൻഡ് ആയിട്ട് കിട്ടണം കൊബാൾട്ട് 27 കേട്ടോ. ഓർത്ത് നോക്കുക 23 എന്തായിരുന്നു ഉണ്ടോ? ഓർത്ത് നോക്കുക. അങ്ങനെ റാൻഡ് ആയിട്ട് കിട്ടും എന്നുള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അങ്ങനെ കിട്ടി കഴിയുമ്പോൾ 23 കിട്ടുമ്പോൾ അതിന്റെ കോൺഫിഗറേഷൻ എന്തായിരിക്കും? 4s2 3d3 ഉണ്ടോ? ഓർത്ത് നോക്കുക. രണ്ടാൾക്കാർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം അങ്ങനെ പറയാൻ പറ്റും. 27 ചോദിച്ചപ്പോൾ തന്നെ 4s2 3d7 ഉണ്ടോ? 27 ആ 7d7 ആക്കി പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ അതിന്റെ ട്രിക്ക് അല്ലെ? ഓർത്ത് നോക്കുക. രണ്ടാൾക്കാർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ആർക്കൊക്കെയാണ്? 24ഉം 29ഉം 24ഉം 29ഉം. അത് രണ്ടും പറയുമ്പോൾ അല്ലെ ഒരെണ്ണം കൂട്ടി പറയണം. 4s1 3d5 ക്രോമിയം. ദെൻ കോപ്പർ ആണ് 29 4s1 3d10 ഉണ്ടോ? ഓർത്ത് നോക്കുക. അത്രയും പറയുമ്പോൾ അത് ഓക്കെ. ഇനി അത് കഴിഞ്ഞാൽ ക്രോമിയം ഫാമിലി പറയണം. ക്രോമിയം ഫാമിലി എന്തായിരുന്നു? മോളിബ്ഡിനം ടങ്സ്റ്റൺ. ദെൻ കോപ്പർ ഫാമിലി സിൽവർ ഗോൾഡ്. അത് കഴിഞ്ഞാൽ കാഡ്മിയം മെർക്കുറി അല്ലെ? ഓർത്ത് നോക്കുക. അങ്ങനെ കിട്ടണം കേട്ടോ. സിങ്ക് ഫാമിലി. ഓക്കെ, അഖിൽ പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്തു. Scandium, titanium, vanadium, chromium, manganese, ferrous, cobalt, nickel, copper, zinc. ഓക്കെ, ഇനി ഫാമിലീസ് പറയണം. Chromium family, molybdenum and tungsten. Copper family, silver and gold. Zinc family, cadmium പിന്നെ mercury. ഓക്കെ, റാൻഡ് ആയിട്ട് ഞാൻ ചോദിക്കാം. കോൺഫിഗറേഷൻ പറയുന്ന സമയത്ത് കൊബാൾട്ട് കിട്ടുന്നുണ്ട് അല്ലേ? കുഴപ്പമില്ല. അടുത്ത ആരാണ്? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, ഫെറസ്, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. പിന്നെ ക്രോമിയത്തില് മോളിബ്ഡിനം ടങ്സ്റ്റനും, പിന്നെ കോപ്പർ ഫാമിലിയില് സിൽവർ ഗോൾഡ്, പിന്നെ സിങ്കില് കാഡ്മിയം മെർക്കുറി.
നെക്സ്റ്റ് റാൻഡായിട്ട് 24 24 chromium. കോൺഫിഗറേഷൻ. Configuration 4s1 3d4. ദെൻ ഇവിടെ പറഞ്ഞു. Scandium, titanium, vanadium, chromium, manganese, iron, cobalt, nickel, copper, zinc, ദെൻ ക്രോമിയം, molybdenum, മോളിബ്ഡിനം, molybdenum, tungsten, Ah. copper, Ag, Au, cadmium, mercury, zinc. ദെൻ ഏറ്റവും ബാക്ക്. വനേഡിയം ഉണ്ട്, സ്കാൻഡിയം, ടൈറ്റാനിയം, നെക്സ്റ്റ് അതിൽ മോളിബ്ഡിനം, ക്രോമിയം ഫാമിലി. ഇനി അടുത്ത ഫാമിലി ഓർണമെന്റിലൊക്കെ ഇടുന്ന ഒരു സാധനം, ഗോൾഡ് അല്ലേ. ഇനി അടുത്ത ഓക്കെ. നെക്സ്റ്റ് ക്രിസ്. ഓൺലൈനിൽ ക്രിസ് എന്ന് പറഞ്ഞേ. ക്രിസ് കേട്ടോ, കേൾക്കുന്നില്ലേ? ഓൺലൈനിൽ യഗ്നാഷ് പറയാന്ന്. ക്രിസ് കേൾക്കാത്താണോ എന്നറിയില്ല. യഗ്നാഷ് എന്ന് പറഞ്ഞു കേട്ടോ. സ്കാൻഡിയം അതിൽ സ്കാൻഡിയം, അല്ല ആദ്യം പേര് പറഞ്ഞാൽ സ്കാൻഡിയം മുതൽ സിങ്ക് വരെ നെയിം കറക്റ്റ് ഓർഡറിൽ പറയണം. അത് കഴിഞ്ഞ് ആ ഫാമിലി പറയണം കേട്ടോ, ഓർത്ത് വെക്കാം. അത് കഴിഞ്ഞ് കോൺഫിഗറേഷൻ റാൻഡായിട്ട് ചോദിക്കും കേട്ടോ, ഓർത്ത് വെക്കാം. ഞാൻ പറഞ്ഞു. അത് ഓരോന്ന് വെച്ച് കൂടിയുള്ളൂ. പേര് പറഞ്ഞാൽ മതി. സ്കാൻഡിയം, ടൈറ്റാൻ അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. സ്കാൻഡിയം, ടൈറ്റാനിയം, അത് കഴിഞ്ഞിട്ട് വേണ്ട കോൺഫിഗറേഷൻ വേണ്ട, പേര് മാത്രം പറഞ്ഞാൽ മതി. കോപ്പർ, സിങ്ക് കേട്ടോ, ഓർത്ത് വെക്കാം. സിങ്ക് ആദ്യം പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കണം കേട്ടോ, ഓർത്ത് വെക്കാം. പിന്നെ കോൺഫിഗറേഷൻ പഠിക്കേണ്ടി വരില്ല. കാരണം എന്താ, നമുക്ക് അതിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട് അല്ലെ. സ്കാൻഡിയം 20 വരെ 4s2, 21 എന്ന് പറയുമ്പോൾ D1 ഉണ്ടോ, ഓർത്ത് വെക്കാം. അടുത്ത എന്തായിരിക്കും D2, 4s2 3D2 ഉണ്ടോ, ഓർത്ത് വെക്കാം. അങ്ങനെ അങ്ങനെ അപ്പൊ അതിന്റെ ഒരു ഐഡിയ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ, ഓർത്ത് വെക്കാം. ഇനി ക്രോമിയം ഫാമിലി പേരൊക്കെ എന്തൊക്കെയായിരുന്നു? ക്രോമിയം ഫാമിലിയിൽ ടങ്ഷന് മുമ്പ് ഒരാളുണ്ടായിരുന്നു, മോളിബ്ഡിനം കേട്ടോ, MO കേട്ടോ. ഓക്കെ. ദെൻ കോപ്പർ ഫാമിലി എന്തായിരുന്നു? സിൽവർ, ഗോൾഡ് അല്ലെ, AgAu. ദെൻ സിങ്ക് ഫാമിലി കാഡ്മിയം, മെർക്കുറി, CdHg കേട്ടോ. ഓക്കെ, CD കാഡ്മിയം, HG മെർക്കുറി കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് നിങ്ങൾ നല്ല ക്ലിയർ ആക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഇത്. അതായി കഴിഞ്ഞാൽ തന്നെ പിന്നെ ഉള്ള ഹെഡിങ്സ് വെച്ച് ഇതിനെ കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. അതർവൈസ് കുറെ ഇങ്ങനെ പോകും. ദെൻ അറിയാൻ ഒന്ന് പറഞ്ഞു ഓൺലൈനില്. സ്കാൻഡിയം മുതൽ പറയണം കേട്ടോ. പറഞ്ഞാൽ മതി പേര്. സ്കാൻഡിയം, ടൈറ്റാനിയം അങ്ങനെ ഓർഡറിൽ. വനേഡിയം, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം എഴുതി എടുത്തില്ലേ? ക്രോമിയം, പിന്നെന്തായിരുന്നു? ഒന്ന് പറഞ്ഞു. നോക്ക് റിവൈസ് ചെയ്യാം കേട്ടോ. ഇവിടെ ഒന്ന് ചോദിച്ചിട്ട് വരാം, അപ്പോഴേക്കും വരും. പറഞ്ഞല്ലേ ബാക്കിൽ. അയൺ, കോപ്പർ, സിങ്ക്. ഇനി പറഞ്ഞു അടുത്ത ഫാമിലീസ്. MO, മോളിബ്ഡിനം, തൊട്ട് താഴെ
ടങ്സ്റ്റൺ, ആ silver and ഗോൾഡ്, zinc, ആ silver, mercury ആ അതിൻ്റെ മുകളിൽ കാഡ്മിയം ഉണ്ട്, കാഡ്മിയം ആൻഡ് മെർക്കുറി കേട്ടോ, CD and HG. ഓക്കെ ദെൻ ക്രിസ് കേട്ടോ, ക്രിസേ പറഞ്ഞു കേട്ടോ, സ്കാൻഡിയം മുതൽ സിങ്ക് വരെ കറക്റ്റ് ഓർഡറിൽ വേഗം പറഞ്ഞു. വനേഡിയം, ആ അയൺ, ആ നിക്കലിന് മുമ്പുണ്ട് കൊബാൾട്ട്, കൊബാൾട്ട്, സിങ്ക്. ഇനി നമുക്ക് വരുന്ന ക്രോമിയം ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? ആ എംഒ, മോളിബ്ഡിനം ആൻഡ് അതിന്റെ തൊട്ട് താഴെ ടങ്സ്റ്റൺ, ഡബ്ല്യു ടങ്സ്റ്റൺ കേട്ടോ, ഓർത്ത് നോക്കാം. അടുത്തത് കോപ്പർ ഫാമിലി, കോപ്പർ ഫാമിലിയിൽ ഏതൊക്കെ ഉണ്ടായിരുന്നു? സിൽവർ ഗോൾഡ് കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ സിങ്ക് ഫാമിലി ഏതൊക്കെയായിരുന്നു? മെർക്കുറി അല്ലേ, ഓർത്ത് നോക്കാം, കാഡ്മിയം മെർക്കുറി. ഇപ്പൊ എല്ലാവർക്കും ഓക്കെ ആണോ? വൃത്തിക്ക് ഓക്കെ ആണോ? കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിക്കൽ ആറ്റമിക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, നിക്കൽ, ആ 4s2 3D 10. ആണോ? നിക്കൽ ആറ്റമിക് 8 അല്ലേ, നിക്കൽ 28 ആണ്. അപ്പോൾ 4s2 3D8 അല്ലേ, ഓർത്ത് നോക്കുക, കിട്ടുമല്ലോ. ആ ദെൻ അവിടെ ഓക്കെ അല്ലേ? ആ അങ്ങനെയാണെങ്കിൽ പറഞ്ഞ മെർക്കുറി ഫാമിലി, ആ ആ കാഡ്മിയം കേട്ടോ, അത് തന്നെ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലെ കാര്യങ്ങളിലേക്ക് പോവാം. ഇതിൽ ഫസ്റ്റ് മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ എലമെന്റ് ആണ്, ട്രാൻസിഷൻ. ശരിക്കും ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തു നോക്കുക, ഇത് SP, ഈ എസും പിനെ വിളിക്കുന്നത് റെപ്രസെന്റേറ്റീവ് എലമെന്റ് എന്നാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ, S and P ബ്ലോക്ക് ടുഗദർ ഈസ് നോൺ ആസ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഇവർ രണ്ടിനെയും കണക്ട് ചെയ്യാനായിട്ട് വരുന്ന ആളെയാണ് എന്ത് വിളിക്കുന്നത്? ട്രാൻസിഷൻ എലമെന്റ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒരു കാര്യമുണ്ട്, അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തായിരുന്നു? ആക്ച്വലി ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ ഇൻ ജനറൽ സ്റ്റേറ്റ് ഓർ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റിഗാർഡഡ് ആസ് ആൻ എ ട്രാൻസിഷൻ എലമെന്റ്. ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ എന്നാ പറയുന്നത്. ഇത് ഫില്ല് അല്ലേ? ഇത് ട്രാൻസിഷൻ എലമെന്റ് ആണോ? അല്ല. അപ്പൊ സിങ്ക് ഫാമിലി ഇത് മൊത്തം ട്രാൻസിഷൻ എലമെന്റ് അല്ല. അപ്പൊ എങ്ങനത്തെ ചോദ്യം ചോദിക്കും? അവർ തരും കാഡ്മിയം ട്രാൻസിഷൻ എലമെന്റ് ഓർ നോട്ട് ആൻഡ് എക്സ്പ്ലെയിൻ. അവിടെയാണ് നിങ്ങൾക്ക് പലപ്പോഴും ക്വസ്റ്റ്യൻസ് തെറ്റാറ്. ഏതാ? ഡി ബ്ലോക്ക് ആണ് ട്രാൻസിഷൻ എലമെന്റ് ഡെഫിനിഷനാണ് കേട്ടോ. ഡി ബ്ലോക്ക് ആണ്, പക്ഷെ അതിന്റെ ട്രാൻസിഷനിൽ ഇയാളെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പൊ ഓർത്ത് നോക്കുക, ഡി ബ്ലോക്ക് ആണ്. പക്ഷെ എന്താണ്, ഇപ്പൊ അവർ ചോദിക്കും ഇത് കാഡ്മിയം അല്ലെങ്കിൽ മെർക്കുറി റിഗാർഡഡ് ആസ് എ ട്രാൻസിഷൻ എലമെന്റ് ഓർ നോട്ട് എക്സ്പ്ലെയിൻ, അങ്ങനെയായിരിക്കും. അപ്പൊ നമുക്ക് എഴുതണം അല്ലെ, മെർക്കുറി നോട്ട് എ ട്രാൻസിഷൻ എലമെന്റ്, ദിസ് ഇസ് ഡ്യൂ ടു എന്താണ്, ഇറ്റ് ബിക്കം കംപ്ലീറ്റ്ലി ഫിൽ. ദെൻ അടുത്ത പോയിന്റ് അതിന്റെ ഡെഫിനിഷൻ ആണ് ഇൻകംപ്ലീറ്റ്ലി ഫിൽ ഡി ഓർബിറ്റൽ ഇൻ ജനറൽ സ്റ്റേറ്റ് ഓർ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അങ്ങനെ നോക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ക്വസ്റ്റൻ, ആദ്യത്തെ എക്സാമ്പിൾ ക്വസ്റ്റൻ എന്തായിരുന്നു? ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഒന്ന് പറയിപ്പിച്ചാണ്. ആ സ്കാൻഡിയം ഈസ് എ ട്രാൻസിഷൻ എലമെന്റ്, സിങ്ക് ഈസ് നോട്ട് അല്ലെ. സെക്കൻഡ് ക്വസ്റ്റൻ എന്താണ്? ഒരു എക്സാമ്പിൾ ക്വസ്റ്റൻ ഏജിയുടെ ക്വസ്റ്റൻ, അത് ഏറ്റവും നല്ല ക്വസ്റ്റൻ ആണ്. ഇതിൽ എന്തായിരുന്നു? സിൽവർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അല്ലെ, ഈ ഫാമിലിയാണ് കണ്ടോ. സിൽവർ 4D10 കോൺഫിഗറേഷൻ റിഗാർഡഡ് ആസ് എ ട്രാൻസിഷൻ എലമെന്റ് എക്സ്പ്ലെയിൻ. ഇതാണ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സാമ്പിളിൽ വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ പറയുന്നത് ഇത് കണ്ടോ, അവിടെ നമ്മൾ പറയുന്നുണ്ട് ജനറൽ സ്റ്റേറ്റ് ഓർ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ജനറൽ സ്റ്റേറ്റ് D10 തന്നെയാണ് കണ്ടോ, നമ്മൾ എക്സെപ്ഷൻ ആയിട്ട് ബ്ലാക്ക് ലെറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട് D10 ആണ്. പക്ഷെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 ആണ് ഇവർക്ക്. അങ്ങനെ വരുമ്പോൾ അത് 3D9 ആകും. ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? SC എന്ന് പറഞ്ഞാൽ പോവും, D എന്ന് പറഞ്ഞാൽ പോവും. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവിടുന്ന് എത്ര ഇലക്ട്രോണാണ് റിമൂവ് ചെയ്യുന്നത്? 2 ഇലക്ട്രോൺ. 2 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ SC എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യും, D എന്ന് റിമൂവ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു അൺപെയ്ഡ് വരും, 1 അൺപെയ്ഡ് വരും. അതുകൊണ്ട് അത് ട്രാൻസിഷൻ എലമെന്റ് ആണ്. ഈ കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് എഴുതാനായിട്ടുള്ളത്. അപ്പോൾ പതുക്കെ നമുക്ക് ഓരോരോ പോയിന്റ്സുകളിലേക്ക് പോവാം കേട്ടോ. ചാപ്റ്ററിന്റെ പേര് നീറ്റായിട്ട് ആദ്യം എഴുതി കേട്ടോ, D and F ബ്ലോക്ക് എലമെന്റ്സ്.
ഫസ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക, ട്രാൻസിഷൻ എലമെന്റ്. ഫസ്റ്റ് ഹെഡിങ് ട്രാൻസിഷൻ എലമെന്റ്. ട്രാൻസിഷൻ എലമെന്റ്. ഡെഫിനിഷനിൽ ആദ്യത്തെ പോയിന്റ്, these elements are incompletely filled. These elements are incompletely filled. Transition element ആണ് ഹെഡ്. എഴുതുകയാണ് these elements are incompletely filled. d orbital, incompletely filled d orbital in the ground state or common oxidation state. In the ground state or common oxidation state. Common oxidation state. Ground state or common oxidation state. Ground state or common oxidation state. ഇനി ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതി വെക്കുക. അടുത്ത പോയിന്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലാണ് ആക്ച്വലി വരിക. എങ്ങനെയായിരുന്നു നമ്മൾ പറയുന്നത് അല്ലെ, സ്കാൻഡിയം ട്രാൻസിഷൻ എലമെന്റ് ആണ് അല്ലെ. സ്കാൻഡിയം മുതൽ എവിടം വരെയാണ് ട്രാൻസിഷൻ എലമെന്റ് വരിക? കോപ്പർ ഫാമിലി വരെ. സിങ്ക് മാത്രമാണ് എന്ത് വരുന്നത്, ട്രാൻസിഷൻ എലമെന്റ് അല്ലാതെ വരുന്നത് കണ്ടോ. നമുക്ക് ഇത് വെച്ച് ഇനി പഠിക്കാൻ എളുപ്പമാണ് അടുത്ത ഹെഡിങ്ങുകൾ. അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മളിങ്ങനെ വരച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ സ്കാൻഡിയം മുതൽ കോപ്പർ വരെ ട്രാൻസിഷൻ എലമെന്റ് ആണ്. കാരണം ഇതുപോലെ കണ്ടോ, ഇതിങ്ങനെ ഫില്ല് ആവാതിരിക്കണം അല്ലെ, അന്ന് നോക്കാം കണ്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ സെക്കൻഡ് എലമെന്റ് ജനറൽ സ്റ്റേറ്റ് ഓർ എന്താ എഴുതി വെക്കണേ? കോമൺ ഓക്സിഡേഷനിൽ അൺഫിൽഡ് ആവും അല്ലേ, പുറത്ത് വെക്കാം. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എന്ത് വരും? അത് D9 വരും കേട്ടോ. ഓക്കെ, അപ്പോ ഇതില് ഫസ്റ്റ് പോയിന്റ് എഴുതി. സെക്കൻഡ് പോയിന്റ് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ കേട്ടോ 4.1 ആണ്. എക്സാമ്പിൾ 4.1 കേട്ടോ. അതിന്റെ ആൻസർ എന്നുള്ള രീതിയിൽ ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ തന്നെയാണ് എഴുതി വെക്കുന്നത്. ഒന്ന് എഴുതി വെച്ചോ. Scandium incompletely filled. Scandium incompletely filled. Scandium incompletely filled. Bracket 3D1. Scandium incompletely filled. Bracket 3D1. Bracket close ചെയ്യാം. Scandium incompletely filled d orbital. Incompletely filled d orbital in its ground state. In its ground state, regarded as a transition element. Regarded as a transition element. Regarded as a Transition element. Full stop. On the other hand, zinc atom regarded as a transition element. Full stop. അത് കഴിഞ്ഞിട്ട് on the other hand, zinc atom has completely filled d orbital. Bracket 3D10. 3D10. In its ground state as well as in its oxidation state. Zinc atom has completely filled d orbital in its ground state as well as in its oxidized state. As well as in its oxidized state. As well as in its oxidized state. Hence, it is not regarded as a transition element. Hence, it is not regarded as a transition element.
എക്സാമ്പിൾ ക്വസ്റ്റൻ ആണ്, ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ കിടക്കുന്ന ആൻസർ തന്നെ എഴുതിയേക്കുന്നത്. കാരണം ആ ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം അതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എക്സാമിന് ടെക്സ്റ്റ് ബുക്കിൽ ഇത്രേ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ നിങ്ങൾ ഇതുപോലത്തെ ഈ ചാപ്റ്ററിൽ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും കോൺഫിഗറേഷൻ എഴുതി വെക്കണം. സ്കാൻഡിയം എത്രയായിരുന്നു? 21. നേരെ ഇതിങ്ങനെ എഴുതി വെക്കാം, 4s2 3d1. എന്നിട്ട് ആ 3d മാത്രം വരച്ചാൽ മതി. ഇത് കണ്ടോ 3d. ഇതുപോലെ വരച്ചു നോക്കണം കേട്ടോ. സിങ്ക് എങ്ങനെയായിരുന്നു? 4s2 3d10 ഉണ്ടോ? ഓർത്ത് നോക്ക്. ഇത് വരച്ചു വെക്കണം, വരയ്ക്കണം കേട്ടോ. ഇതുപോലെ വരക്കണം. ബോക്സ് ആണ് മെയിൻ ആയിട്ട് വരേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടത്തില്ല. ഇതിൽ എത്ര അൺപെയ്ഡ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1 അൺപെയ്ഡ്. ഇതിലാണെങ്കിൽ ഫുൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഇത് ജനറൽ സ്റ്റേറ്റ് ആണ്, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. +2 എന്ന് പറയുമ്പോൾ ഈ SC എന്നാണ് റിമൂവ് ചെയ്യുള്ളൂ. കണ്ടോ, SC റിമൂവ് ചെയ്താലും 3d10 അതുപോലെ തന്നെ നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ എഴുതിയത് ആസ് വെൽ ആസ് ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആസ് വെൽ ആസ് ഇറ്റ്സ് ഓക്സിഡൈസ് സ്റ്റേറ്റ്. ഓർത്ത് വെക്കാം, ഗ്രൗണ്ട് സ്റ്റേറ്റിലും ഓക്സിഡൈസ് സ്റ്റേറ്റിലും എന്താണത്? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. therefore നോട്ട് റിഗാർഡഡ് ആസ് എ ട്രാൻസിഷൻ എലമെന്റ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് ഈ ഫാമിലി സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഇവരൊഴിച്ച് ബാക്കിയുള്ള എല്ലാം ട്രാൻസിഷൻ എലമെന്റ് ആണ്. അതാണ് മനസ്സിൽ കൊണ്ടുവരേണ്ടത് കേട്ടോ. ഏത് ഫാമിലി ആ ട്രാൻസിഷൻ എലമെന്റ് അല്ലാത്ത? ഇത് മാത്രം അല്ലെ? ഓർത്ത് വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റൻ ആണ് കേട്ടോ, ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതണം കേട്ടോ. ആ ക്വസ്റ്റ്യനും എഴുതണം എന്തായാലും. ഒന്ന് എഴുതി വെക്കാം. സിൽവർ ആറ്റം അടുത്ത ക്വസ്റ്റൻ ആണ് കേട്ടോ. ഈ ടോപ്പിക്കില് നമ്മളൊരു പോയിന്റ് എഴുതിയുള്ളൂ, പക്ഷെ 2 ക്വസ്റ്റൻ എഴുതിയേക്കുന്നത്. സിൽവർ ആറ്റം ക്വസ്റ്റൻ എഴുതിക്കോ കേട്ടോ. ഇല്ല, അത് ഇൻ ടെക്സ്റ്റ് 4.1. മറ്റേതെന്തായിരുന്നു? എക്സാമ്പിൾ 4.1. ഇത് ഇൻ ടെക്സ്റ്റ് 4.1. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വിത്ത് ആൻസർ ഉണ്ടാവും. ഇൻ ടെക്സ്റ്റ് ആണെങ്കിൽ എന്താണ്? വിത്ത് ആൻസർ ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇൻ ടെക്സ്റ്റ് 4.1. സിൽവർ ആറ്റം ക്വസ്റ്റൻ എഴുതണം കേട്ടോ. സിൽവർ ആറ്റം ഹാസ് കംപ്ലീറ്റ്ലി ഫിൽഡ്. ക്വസ്റ്റൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ. സിൽവർ ആറ്റം ഹാസ് കംപ്ലീറ്റ്ലി ഫിൽഡ് d orbital. Completely filled d orbital. Bracket 4d10. 4d10. Bracket close here. In its ground state. In its ground state. Full stop. How can you say that? How can you say that it is a transition element? How can you say that it is a transition element? കേട്ടോ. ഓക്കെ, ഇതാണ് ചോദ്യം. ക്വസ്റ്റൻ എഴുതി ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം സിൽവർ ആറ്റം നോക്കി അതിന്റെ പൊസിഷൻ നോക്കി. ഇത് കണ്ടോ ഇവിടെയാണ് അല്ലെ സിൽവർ ആറ്റം. സിൽവർ ആറ്റത്തിന്റെ കോൺഫിഗറേഷൻ ആണ് എഴുതേണ്ടത്. അപ്പൊ എങ്ങനെ എഴുതും നിങ്ങളൊന്നും പറഞ്ഞേ. സിൽവർ ആറ്റം കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും ഒന്ന് പറഞ്ഞേ. ഇവിടെ എഴുതി ഈ പൊസിഷൻ. അല്ലെ ഇത് നിങ്ങൾ എഴുതിയിരിക്കുന്നത് 4s1 3d10 ആണ്. ഒരു നമ്പറും കൂടി കൂടുക. അപ്പൊ എന്തായിരിക്കും? AG എന്ന് പറയുമ്പോ 5s1 4d10. ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇതെന്തായിരിക്കും? ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ട് നിൽക്കുന്ന സ്റ്റേജിനാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇനി അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോർമലി +2 വരുന്നുണ്ട്. അപ്പൊ AG +2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ. +2 എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ? ഇലക്ട്രോൺസ് റിമൂവ് ചെയ്തു, 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്തു. അപ്പൊ SC എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യും, D എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യും. അപ്പൊ എന്ത് വരും? 5s0 4d9. 4d9 എന്ന് പറയുമ്പോ എത്ര അൺപെയ്ഡ് വരും? ഇത് എന്നിട്ട് ഇങ്ങനെ ബോക്സ് ഒക്കെ വരച്ചു നോക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. 4 ആണോ? ഇതാണ് 4d9. അപ്പൊ 1 അൺപെയ്ഡ് വരുന്നുണ്ട് അല്ലെ? ഓർത്ത് നോക്കാം. ഇത് ഓക്സിഡൈസ് സ്റ്റേറ്റ് കണ്ടോ. ഇവിടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് വരും ഓക്സിഡൈസ് സ്റ്റേറ്റ്. AG 4s1 3d10. AG +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്നിട്ട് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് 1 അൺപെയ്ഡ് ഇലക്ട്രോൺ.
ONE 1 അൺപെയ്ഡ് ഇലക്ട്രോൺ AG +2 അവിടെ ഓർത്ത് നോക്കി. ഇത്ര എഴുതിയിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക. Electron first S block-ലാണ്. എന്തുകൊണ്ടായിരിക്കും? എസ് ഔട്ടർ മോസ്റ്റ് അല്ലേ? കണ്ടോ, ഇത് 5 ആണ്. 5ന്ന് ഇലക്ട്രോൺ കഴിയുമ്പോഴാണ് വരുന്നത്. പിന്നെ ഇതെന്താ ഇങ്ങനെ എഴുതിയത്? ഇത് ആദ്യം എഴുതിയത് അവസാനം എഴുതാൻ കാരണം എന്താ? ഒഫ്ബ പ്രിൻസിപ്പിളിലെ എനർജിയുടെ ഓർഡറിൽ എനർജി ഹൈറാർക്കിയലായിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ എനർജി ആരാ? 4D-ക്കാണ്. പക്ഷെ ഔട്ടർ മോസ്റ്റ് എല്ലാം ആരാ നിൽക്കുന്നത്? 5s. അവിടെ ഓർത്ത് വെക്കാം. 5s ആ രീതിയിൽ വരും. അവിടെ ഓർത്ത് വെക്കാം. മതി, വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എഴുതണ്ട. കേട്ടോ, ഓർത്ത് വെക്കാം. മതി. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ എപ്പോഴും 0 എഴുതി തുടങ്ങിയോ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു എന്താണ് എവിടെ നിന്ന് റിമൂവ് ചെയ്തു പോയി എന്നുള്ളത് കിട്ടത്തില്ല. കേട്ടോ, ഓർത്ത് വെക്കാം. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇൻ കേസ് ഇതുപോലും എഴുതാതെ എനിക്ക് വേണമെങ്കിൽ 4D9 എന്ന് എഴുതാം. പക്ഷെ പെട്ടെന്ന് ചില സമയത്ത് നമുക്ക് ഇത് എവിടെ നിന്ന് ഇങ്ങനെ വന്നു എന്നുള്ളൊരു ഐഡിയ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ അറിയാം, ഇത് കണ്ടോ 1 ഇവിടെ നിന്ന് പോയി, ഇവിടെ നിന്ന് ഒരെണ്ണം പോയി, അപ്പോൾ ആണ് 2 പോയി എന്നുള്ളത് ഒരു ഐഡിയ കിട്ടാം. അവിടെ ഓർത്ത് വെക്കാം. ഇതിന്റെ അങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് F ബ്ലോക്ക് എടുക്കും. F ബ്ലോക്ക് എടുക്കുമ്പോൾ എന്തൊക്കെ വരും? S വരും, D വരും, F വരും. അപ്പൊ ആദ്യം എവിടെ നിന്ന് റിമൂവ് ചെയ്യണം? S-ന്ന്, അത് കഴിഞ്ഞാൽ D-ന്ന്, അത് കഴിഞ്ഞാൽ F-ന്ന്. അപ്പോ നിങ്ങൾക്ക് യൂറോപ്യം +2 എന്ന് പറയുമ്പോൾ ആദ്യം S-ന്ന് റിമൂവ് ചെയ്യണം. അപ്പൊ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. F-ന്റെ മാത്രം എഴുതി കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടത്തില്ല. അപ്പോൾ തൊട്ട് മുമ്പത്തെയും കൂടി എഴുതിയാൽ ബെറ്റർ ആയിരിക്കും എപ്പോഴും. കേട്ടോ, ഓർത്ത് വെക്കാം. നമ്മള് D അറിയാലോ. നിങ്ങൾക്ക് 11th എത്ര പേരുണ്ടായി? ഡൽഹി പബ്ലിക് സ്കൂൾ, ഫെയിൽ ഡൽഹി പബ്ലിക് സ്കൂൾ പഠിപ്പിച്ച ഓർമ്മ വേണ്ട? കേട്ടോ, ഓർത്ത് വെക്കാം. നമ്മൾ 11th പറയുന്നൊരു ട്രിക്കാണ്. ഡൽഹി പബ്ലിക് സ്കൂൾ, ഡൽഹി പബ്ലിക് സ്കൂൾ, ഫെയിൽഡ് ഡൽഹി പബ്ലിക് സ്കൂൾ. 3D. 3 കഴിഞ്ഞ അടുത്ത നമ്പർ എത്രയായിരിക്കും? 4. 4 കഴിഞ്ഞാൽ 5. ഇത്രയുള്ള പരിപാടി. 3D കഴിഞ്ഞാലേ അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇത് 3D അല്ലേ, അപ്പൊ ഇതെന്തായിരിക്കും? 4D. 4 കഴിഞ്ഞാൽ 5. 5 കഴിഞ്ഞാൽ 6. ഓർത്ത് നോക്കാം. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, ഇത് 3D അല്ലേ, ഇത് 4D ആണ്. അപ്പൊ ഇതെന്തായിരിക്കും? 5D. 5ന് മുമ്പുള്ള നമ്പർ ഏതായിരിക്കും? 4. ഓർത്ത് നോക്കാം. 5 കഴിഞ്ഞാൽ 6. 6 കഴിഞ്ഞാൽ 7. ഇനി താൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ കണ്ട സമയത്ത് അല്ലെ 3D കഴിഞ്ഞ 4P ഉണ്ട്. ഓർത്ത് നോക്കാം. 4P ഇത് കഴിഞ്ഞ 5S ആ. 5S കഴിഞ്ഞ 4D. 4D കഴിഞ്ഞ 5P. ഓർത്ത് നോക്കാം. ഇനി നമ്മൾ ഈ F എത്തുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിച്ചറിയാം, ഈ ഔട്ടർ മോസ്റ്റലില് ആരാ നിൽക്കുന്നത്? 7S ആ. ഓർത്ത് നോക്കാം. അതിന്റെ ഇടയിൽ ഇതൊക്കെ ഉണ്ട്. ഓർത്ത് നോക്കാം. അപ്പോ അങ്ങനെ തന്നെയാണ് കോൺഫിഗറേഷനിൽ വരിക. ഓർത്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ പോകുന്നത്. ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. ശ്രദ്ധിക്കുക. ഇത് എഴുതിയോ? ഇനി അതിന്റെ താഴെ വേർഡിൽ എഴുതി വെക്കാം. കേട്ടോ, ഒന്ന് എഴുതി വെക്കാം. സിൽവർ ആറ്റം ജനറൽ സ്റ്റേറ്റ്, സിൽവർ ആറ്റം ജനറൽ സ്റ്റേറ്റ് 4D10, general state 4D10, completely filled d orbital, full stop. Hence, full stop കഴിഞ്ഞിട്ട് അടുത്ത ലൈനിൽ എഴുതി വെക്കുക. സിൽവർ ആറ്റം ഇതേപോലെ ഇതേ വേർഡ് തന്നെ ആക്കിയാൽ മതി. അപ്പോൾ എളുപ്പമായിരിക്കും. ജനറൽ സ്റ്റേറ്റ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. കണ്ടോ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതിനെ തന്നെ വേർഡിലാക്കി. അടുത്ത എന്തായിരിക്കും? അടുത്ത ലൈനിൽ എഴുതി വെക്കുക. സിൽവർ ആറ്റം ഇറ്റ്സ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, സിൽവർ ആറ്റം കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് containing 1 unpaired electron, 4D9 bracket, containing 1 unpaired electron, 4D9 bracket, 1 unpaired electron 4D9
So it is regarded as a transition element. So it is regarded as a transition element. പഠിക്കാൻ എളുപ്പമാണ്. ഇത് രണ്ടും എഴുതുന്നു, ആ രണ്ടിന്റെയും സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കുന്നു. അവരുടെ ചോദ്യം ഇത് ഫിൽഡ് ആണ്, ഇനി എന്തുകൊണ്ടായി കണ്ടോ. അപ്പൊ നമ്മൾ എഴുതി വെച്ചേക്കുന്ന ഡെഫിനിഷൻ ആണ്. എങ്ങനെയാ എഴുതി വെച്ചേക്കുന്നത്? ഇൻകംപ്ലീറ്റ്ലി ഫിൽ ഡി ഓർബിറ്റൽ ഇൻ ജനറൽ സ്റ്റേറ്റ് ഓർ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കണ്ടോ, ഓർത്ത് നോക്കാം. ഇപ്പൊ ജനറൽ സ്റ്റേറ്റിലാവാം അല്ലെങ്കിൽ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാവാം, അങ്ങനെ ഏതിലായാലും അതാകും. ഓക്കെ അല്ലേ? ഫസ്റ്റ് ടോപ്പിക് കഴിയാണ്. ഇനി സെക്കൻഡ് ടോപ്പിക്കിലേക്ക് പോവാണ്. സെക്കൻഡ് ടോപ്പിക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ. ഓർത്ത് നോക്കാം, ഹെഡിങ് എഴുതി വെക്കാം കേട്ടോ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്. ഫിസിക്കൽ പ്രോപ്പർട്ടി മെറ്റലിന്റെ എന്തായിരുന്നു പണ്ട് പഠിച്ചേക്കുന്നത്? ചെറിയ 10th പഠിച്ചിട്ടുണ്ട്. 10th നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിന്റെ പേരാണ് മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ. അതിൽ ആദ്യം പഠിപ്പിച്ചേക്കുന്നത് മെറ്റലിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്താ? 10th ക്ലാസ് 10th അലസ്ട്രസ്, മാലിബിൾ, ഡക്ടൈൽ, സൊണോറസ് അല്ലെ. പിന്നെ എന്താണ്? ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി അല്ലെ. ഓർത്ത് വെക്കാം. കുറെ പഠിച്ചതല്ലേ? അതൊക്കെ തന്നെയാണ്. അപ്പൊ അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് എഴുതിയില്ലെങ്കിലും കാര്യമില്ല, കാരണം എന്താ, അതൊന്നും 10th ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങളുടെ അടുത്ത് ചോദിക്കത്തില്ല അല്ലെ. ഇനി ഇവിടെ നിന്ന് ഗെയിം തുടങ്ങുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് മെൽറ്റിംഗ് പോയിന്റ്, മെൽറ്റ് ആകുന്നത് ഹീറ്റ് കൊടുത്തിട്ട്. രണ്ടാമത്തത് ബോയിലിംഗ് പോയിന്റ്, രണ്ടും ഒരേ പാറ്റേണിൽ വരുന്നതാണ്. തേർഡ് ആറ്റമൈസേഷൻ എന്താൽപി. തേർഡ് എന്താ വരുന്നത്? ആറ്റമൈസേഷൻ എന്താൽപി. അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടിന്ന് മെയിൻ ക്വസ്റ്റ്യൻ വരുന്ന 3 ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആണ്. ഏതൊക്കെയാണ്? മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ആറ്റമൈസേഷൻ എന്താൽപി. ഈ 3 പോയിന്റിന്റെയും വേർഡും ആൻസറും ഒന്ന് തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൽ പീരിയോഡിക് ടേബിളിൽ ഇങ്ങനെ വന്നിട്ട് ഗ്രാഫ് ഇതിങ്ങനെ പോകും എന്ന് പറഞ്ഞ് മിഡിൽ കൂടുന്നു, കുറയുന്നു. എന്തുകൊണ്ടായിരിക്കും? ഇവിടെ നോക്കിയേ, മിഡിലേക്ക് എത്തുമ്പോൾ അൺപെയ്ഡ് കൂടും, പിന്നെ എന്ത് ചെയ്യും? കുറയും. ആറ്റമൈസേഷൻ എന്താൽപി മിഡില് എന്ത് ചെയ്യും? കൂടും, പിന്നെ എന്ത് ചെയ്യും? കുറയും. ബോയിലിംഗ് പോയിന്റ് മിഡില് കൂടും, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? കുറയും. അപ്പോ ഇങ്ങനെയാണ് അതിന്റെ പാറ്റേൺ കിടക്കുന്നത്. ആൻസർ എന്തായിരിക്കും? അൺപെയ്ഡ് ഇലക്ട്രോൺ ഇൻക്രീസസ്, ഇന്ററാറ്റമിക് ഇന്ററാക്ഷൻ ഇൻക്രീസസ്, മെൽറ്റിംഗ് പോയിന്റ് ഓൾസോ ഇൻക്രീസസ്. എല്ലാം കൂടും കേട്ടോ. ഇതാണ് അതിന്റെ മീനിങ്. അൺപെയ്ഡ് കൂടുമ്പോൾ എന്ത് കൂടും? ഇന്ററാറ്റമിക് ഇന്ററാക്ഷൻസ് കൂടും. ഇന്ററാറ്റമിക് ഇന്ററാക്ഷൻ കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റും? ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും ഒക്കെ എന്ത് ചെയ്യും? കൂടും. അതിലേക്കാണ് ആ മെയിൻ പോയിന്റ് വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു ജനറൽ പോയിന്റ് എഴുതി വെച്ചേക്കാം, അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരാം കേട്ടോ. ഓർത്ത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ജനറൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന 10th പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ദ ട്രാൻസിഷൻ എലമെന്റ് display typical metallic properties such as high tensile strength, high metallic properties such as high tensile strength, comma ductility അറിയാലോ, thin wires, ductility, comma malleability, comma high thermal and electrical conductivity, high thermal and electrical conductivity, high thermal and electrical conductivity. High thermal and electrical conductivity. ഓർത്ത് വെക്കുക, അത്ര എഴുതി വെക്കുക. അതാണ് ആദ്യത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് നമ്മൾ മെയിൻ കാര്യത്തിലേക്ക് വരികയാണ്. ഏതൊക്കെയായിരുന്നു? ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, ആറ്റമൈസേഷൻ എന്താൽപി. ജനറലി എന്ത് ചെയ്യും? ഇൻക്രീസസ് ഇൻ മിഡിൽ സീരീസ് ഓഫ് ദി ട്രാൻസിഷൻ എലമെന്റ്. അതാണ് അടുത്ത പോയിന്റ് എഴുതി വെക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ലൈനിൽ എഴുതി വെക്കാം. മെൽറ്റിംഗ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് കേട്ടോ. മെൽറ്റിംഗ് പോയിന്റ്, കോമ ബോയിലിംഗ് പോയിന്റ്, കോമ ആറ്റമൈസേഷൻ എന്താൽപി. generally increases in middle of each series.
Middle of each series. Middle of each series. അപ്പോൾ മിഡിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? കൂടും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? കുറയും. അല്ലെ? മിഡിൽ ഓഫ് ഈച്ച് സീരീസ്. ഫുൾ സ്റ്റോപ്പ്. This is because unpaired electron. This is because unpaired electron. എങ്ങനെയായിരിക്കും? This is because unpaired electron increases. Unpaired electron increases favorable for strong interatomic interaction. Favorable for strong interatomic interaction. Favorable for interatomic interaction and strengthen the metallic bond. And strengthen the metallic bond. And strengthen the metallic bond. ഓർത്തുക, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയുള്ള ഒരു പീരീഡ് ഉണ്ട്. ആ വേർഡിൽ ഞാൻ 2 വേർഡ് അണ്ടർലൈൻ ചെയ്യിപ്പിക്കാറുള്ളൂ. നിങ്ങൾക്ക് കുറെ പിക്ചറും ഭയങ്കരമായിട്ടൊക്കെ വരും. ഇതിന് ക്വസ്റ്റ്യൻസ് കണ്ടമാനം വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കേട്ടോ, ഓർത്തുക. ഇത് കഴിഞ്ഞാൽ ഈ 2 വേർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏറ്റവും മിനിമം ഇതിൽ നിന്നൊരു 10 ക്വസ്റ്റ്യനെങ്കിലും ഉണ്ടാക്കാൻ പറ്റും ആ ടോപ്പിക്കിൽ നിന്ന്. ചോദിക്കട്ടെ, നിങ്ങൾക്ക് ചോദിക്കുകയാണ്, ക്രോമിയം ആൻഡ് നിക്കൽ വിച്ച് ഈസ് ഹയർ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് വൈ? ക്രോമിയം അല്ലെ? ഓർത്തു നോക്കുക. ഇനി നോക്കിയ ക്രോമിയം ആൻഡ് ടങ്സ്റ്റൺ വിച്ച് ഈസ് ഹയർ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് വൈ? വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഏതാ? ടങ്സ്റ്റൺ ആണ്. അപ്പൊ ഡൗൺ ദ ഗ്രൂപ്പ് വീണ്ടും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കണ്ടോ, അങ്ങനെയാണ് ഒബ്സർവേഷൻ. അത് എഴുതിയിട്ടൊന്നുമില്ല ടെക്സ്റ്റ് ബുക്കിൽ. ഇൻക്രീസ് ചെയ്യും. ഇത് ഇൻക്രീസ് ചെയ്യും. കാരണം എന്താ? അവിടെ പൂർ ഷീൽഡിങ് വരും. പൂർ ഷീൽഡിങ് വരുമ്പോൾ സ്ട്രെങ്ത് എന്ത് ചെയ്യും? കണ്ടോ, ആ വേർഡ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. ഇപ്പൊ എഴുതിയേക്കുന്നതിൽ ആ വേർഡ് ഉപയോഗിച്ചിട്ട് പഠിക്കണം. എങ്ങനെയാ? അൺപെയർഡ് കൂടണം. പിന്നെന്താണ്? സ്ട്രോങ് ഇന്ററാറ്റമിക് ഇന്ററാക്ഷൻ. ഇന്ററാറ്റമിക് ഇന്ററാക്ഷൻ കൂടുന്ന എപ്പോഴാ? അല്ലെ? സൈസ് കുറയുമ്പോ മനസ്സിലായി? ഓർത്ത് നോക്കുക. ഒപ്പം 2 കാര്യം കൂടി വരണം. അൺപെയ്ഡും വരണം. ഈ അൺപെയ്ഡും വരണം, സൈസും കുറയണം. ഈ 2 കാര്യം ഒരുമിച്ച് വന്നാലേ വരുള്ളൂ. അപ്പോൾ ആ 2 കാര്യവും ഇവിടെ വരുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് നോക്കാം. ഓക്കെ, സൈസ് ഇൻക്രീസ് ചെയ്യും. പക്ഷെ എന്ത് പറ്റും? അതിന്റെ സ്ട്രെങ്ത് KLMN ഷെൽസിന് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. പുവർ ഷീൽഡിങ്. അങ്ങനെ വരുമ്പോ എന്ത് പറ്റും? ഇതിന് പവർ കൂടും. അതുകൊണ്ടാണ് ടെൻഷൻ വരുന്നത്. കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കമ്പയർ ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് കണ്ടമാനം ചോദിക്കും. അപ്പൊ ഇത് ഏകദേശം അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും. കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ ഹയസ്റ്റ് ഡെൻസിയസ്റ്റ് എലമെന്റ് അയൺ ഓർ സിങ്ക് എന്തായിരിക്കും? അയൺ ആയിരിക്കും. അൺപെയ്ഡ് വെച്ച് തന്നെ കളി. കേട്ടോ, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ബൈ വോളിയം അല്ലെ? മാസ് ബൈ വോളിയം ആണ്. അപ്പോ ഓർത്ത് നോക്കുക, വോളിയം കൂടിയ ഡെൻസിറ്റി കുറയും. വോളിയം എങ്ങനെ കൂടുന്നത്? ഇന്ററാറ്റമിക് ഇന്ററാക്ഷൻ എന്ത് ചെയ്യും? കുറയും. കുറഞ്ഞാൽ എന്ത് പറ്റും? വോളിയം കൂടും. ലിക്വിഡും സോളിഡും എടുക്കുമ്പോഴുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? വോളിയം കൂടും, ഇത് കുറയും. മനസ്സിലായി? അങ്ങനെ വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കും. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഇത്രേ ഉള്ളൂ. ഈ പേജിൽ ഇത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും വരാനുള്ള സ്പേസ് അല്ല. ഇത് ഇങ്ങനെ എഴുതി വെച്ച് പോയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ ബാക്കിൽ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത പേജിൽ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട്. കേട്ടോ, ഓർത്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. എക്സാമ്പിൾ 4.2 അതും കൂടി പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. കേട്ടോ, ഓർത്ത് നോക്കാം. 4.2 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. 4.2 example 4.2. Why do the transition element exhibit higher enthalpy of atomization? Higher enthalpy of atomization നമ്മളിപ്പോൾ എഴുതിയേക്കുന്നതാണ്. അതിന്റെ ഫുൾ ആയിട്ട് വായിക്കാം. ആൻസർ എഴുതി വെക്കാണ് ഇവിടെ. ബിക്കോസ് ഓഫ് ലാർജർ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ in their atom, they have stronger interatomic interaction and hence stronger bonding between atom resulting in higher enthalpy of atomization. കണ്ടോ, ഓർത്ത് വെക്കാം. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ക്വസ്റ്റ്യൻ 4.2. ഇനി 4.2 ഇൻ ടെക്സ്റ്റിന്റെ ഇതാണ്. അത് നിങ്ങൾ ആൻസർ പറയേണ്ടി വരും. ഇൻ ദ സീരീസ് സ്കാൻഡിയം ടു സിങ്ക് ദ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ഓഫ് സിങ്ക് ഈസ് ലോവസ്റ്റ് 126 കിലോജൂൾ പെർ മോൾ. വൈ? സിങ്കിന് ലോവസ്റ്റ് ആണ്. വൈ? ഓൺ പെയർഡ്. അങ്ങനെ ചോദിച്ചാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ആദ്യം എന്ത് എഴുതണം? എപ്പോഴും
ഈ ചാപ്റ്ററിലെ ആദ്യത്തെ 11 ടോപ്പിക്കിൽ നിന്ന് എന്ത് ചോദ്യം മെറ്റൽ ആയിട്ട് റിലേറ്റ് ചെയ്താൽ അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണത് മെർക്കുറി ലിക്വിഡ് ആണ്, അപ്പൊ തന്നെ മെർക്കുറി എന്താണ് HG എഴുതി നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ടീച്ചർ അവിടെ വീഴും, ദൈവമേ ഇവനോ അറിയാതെ പഠിച്ചിട്ടുണ്ട്, മെർക്കുറിയുടെ വരെ പഠിച്ചു വെച്ചേക്കണം. അപ്പൊ തന്നെ ഇംപ്രഷൻ ആയി കേട്ടോ. ഓർത്ത് നോക്കാം, ആദ്യമേ തന്നെ മെർക്കുറി എഴുതി അൺപെയ്ഡ് അവിടെ ഇല്ല എന്നുള്ളത് എഴുതി വെക്കണം. അപ്പൊ കൺവേ ആവും, പിക്ചറായിട്ട് തന്നെ കാണാം. മെർക്കുറി എഴുതി അൺപെയ്ഡ് ഇല്ല, അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റിൽ എഴുതണം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇനി എന്ത് എഴുതും പറഞ്ഞേ? മെർക്കുറി ലിക്വിഡ് ആണ് പോയി പറഞ്ഞു. അൺപെയ്ഡ് ഇലക്ട്രോൺ, പിന്നെ അപ്പൊ അതുകൊണ്ട് അൺപെയ്ഡ് ഇലക്ട്രോൺ അപ്പൊ എന്ത് പറയണം? അതിന്റെ നേരത്തെ ഓപ്പോസിറ്റ് ആയിട്ട് പറ. നോ അൺപെയ്ഡ് ഇലക്ട്രോൺ, therefore low inter atomic interaction resulting metallic bond weak. This leads to it become liquid. കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആൻസർ ആവില്ല. നിങ്ങളുടെ ധാരണ എനിക്കറിയാലോ, മിസ്റ്റർ അറിഞ്ഞൂടെ മെറ്റാലിക് ബോണ്ട് ആ രീതിയിലാണ് കേട്ടോ. അത് കണക്ട് ചെയ്ത് ലാസ്റ്റ് വരെ നല്ല വൃത്തിയിൽ ഫിനിഷ് ചെയ്യണം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ഇന്ന് ഇത്രയും വരെ നിൽക്കട്ടെ. ഇന്ന് അടുത്ത ടോപ്പിക് ഏതൊക്കെയാ? ബയോമോളിക്കുലർ അല്ലേ? 10 ക്വസ്റ്റ്യൻസ് നോക്കി. പിന്നെന്ത് നടത്തു? അല്ലെ DNF-ല് ആദ്യത്തെ ടോപ്പിക്കിന്റെ പേര് പറഞ്ഞ് ട്രാൻസിഷൻ 11. സെക്കൻഡ് ടോപ്പിക് ഫിസിക്കൽ പ്രോപ്പർട്ടി. 2 ടോപ്പിക്കാണ് കേട്ടോ. ആദ്യത്തേല് നമുക്ക് 11 ടോപ്പിക്സ് ഒക്കെ ആണുള്ളത് കേട്ടോ. ഓർത്ത് നോക്കാം. ഓക്കെ, മൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. നാളെ ഉണ്ട് എന്താണ്?